ഹായ് മക്കളെ, വെൽക്കം ടു അറ്റോമിയ ക്ലാസ്സസ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഫിംഗർ പ്രിന്റ് സെർച്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ മാരത്തോൺ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 100 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് കെമിസ്ട്രി സിലബസും കവർ ചെയ്തുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. വളരെ നേരത്തെ തന്നെയാണ് നമ്മൾ റിവിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഒരൊറ്റ കാര്യം, കാരണം HSAക്ക് നമ്മൾ മാരത്തോൺ വെച്ചപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾക്ക് ബെനിഫിറ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത്രയും ബെനിഫിറ്റ് ആവുന്നുണ്ടെങ്കിൽ വളരെ നേരത്തെ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തേക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇനി ഇത് മാത്രമല്ല, നമുക്കൊരു 2-3 മാരത്തോൺ കൂടെ നമുക്ക് വെക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആകും. എക്സാമിൽ കെമിസ്ട്രിയെ പറ്റി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമുണ്ടാകത്തില്ല. ഒരു 10-300 ക്വസ്റ്റ്യൻസ് നമ്മളൊരു 3 സെഷനായിട്ടൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ മാരത്തോൺ ആണ് 100 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് സിലബസ്. ഇവിടെ ആലോചിക്കണം, ഇത് കെമിസ്ട്രി മാത്രമാണ് കേട്ടോ. ഞാനിവിടെ ഫിസിക്സ് കവർ ചെയ്യുന്നില്ല, കെമിസ്ട്രി മാത്രമാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മുടെ കോഴ്സിൽ എൻറോൾ ചെയ്യണമെങ്കിൽ ഓൾറെഡി നമ്മൾ ഷെഡ്യൂളൊക്കെ കൊടുത്ത് കംപ്ലീറ്റ് സിലബസ് റെക്കോർഡഡ് ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻറോൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കറിയാം, ഈ നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് സെഷനിലേക്ക് വരാം. ആദ്യത്തെ കാര്യം, ദ കറക്റ്റ് സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സിനെ പറ്റിയാണ്. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോർ ദ വാലൻസ് ഇലക്ട്രോൺ ഇൻ റുബീഡിയം ആറ്റം. ഓക്കെ, അപ്പോൾ റുബീഡിയം ആണ് ചോദിച്ചിരിക്കുന്നത്. റുബീഡിയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആൽക്കലി മെറ്റൽസ് ആണ് അല്ലേ. ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ. സോ 2 സെക്കൻഡ് പീരീഡ് ആണ് അല്ലേ. 3, 4, 5th പീരീഡിലാണ് നമ്മുടെ റുബീഡിയം വരുന്നത്. 5th പീരീഡിലാണെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ എന്തായിരിക്കും? യെസ്, ദാറ്റ് ഈസ് 5 ആയിരിക്കും അല്ലേ. ആൻഡ് നമുക്കറിയാം, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, വാലൻസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും? 5s1 ആയിരിക്കും. ഇത് നമുക്കറിയാം അല്ലേ. ഇത് 2s1 ആയിരിക്കും, 3s1 ആയിരിക്കും, 4s1 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ എന്താ? യെസ്, എസിൻ്റെ എല്ലിൻ്റെ വാല്യൂ 0 ആണ്. ML വാല്യൂ ഗോസ് ഫ്രം -L to +L, അഗെയിൻ 0 ആയിരിക്കും. യെസ്, MS ക്യാൻ ബി +1/2 ഓർ -1/2. അപ്പോൾ ഏതായിരിക്കും? സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. 500 +1/2 എന്നുള്ള രീതിയിൽ ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ, ഇക്വിലിബ്രിയവുമായിട്ടുള്ള ഒരു റിയാക്ഷനാണ് എപ്പോഴും ചോദിക്കുന്ന ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. ഓക്കെ, ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ ദ കറക്റ്റ് കണ്ടീഷൻ ഫേവറബിൾ ഫോർ ദി ഫോർവേഡ് റിയാക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, പ്രൊഡക്റ്റിൻ്റെതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഫോർവേഡ് റിയാക്ഷൻ എപ്പോഴാണ് ഫേവർ ചെയ്യപ്പെടുന്നത്? നോക്കൂ, തന്നിരിക്കുന്ന റിയാക്ഷൻ ആക്ച്വലി എന്താണ്? ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എക്സോതെർമിക് റിയാക്ഷൻ ആണ് അല്ലേ. യെസ്, അങ്ങനെയാണെങ്കിൽ ഇതിനെ ജസ്റ്റ് സിമ്പിളായിട്ട് എനിക്ക് ഇങ്ങനെ എഴുതാം. ആർ ഗിവ്സ് പ്രൊഡക്റ്റ് പ്ലസ് ഹീറ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് എഴുതാൻ പറ്റും. കാരണം എന്താ? ഇത് റെപ്രസെൻറ്റ്സ് വോട്ട്? യെസ്, എക്സോതെർമിക്. ഇനിയിപ്പോൾ പറയുകയാണ് ആർ പ്ലസ് ഹീറ്റ് ഗിവ്സ് വോട്ട്? പ്രൊഡക്റ്റ് ആണെങ്കിൽ ഞാൻ എന്ത് പറയും? ദിസ് ഈസ് ആക്ച്വലി ഹീറ്റ് റിയാക്ടൻ സൈഡിലാണ്. അങ്ങനെയാണെങ്കിൽ എൻഡോതെർമിക് ആണ് എന്ന് ഞാൻ പറയും. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയും, ഈ ഹീറ്റിനെ നിങ്ങൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? ഒരു റിയാക്ടൻറ്റിനെ പോലെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ പോലെ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഇവിടെ പ്രൊഡക്റ്റ് സൈഡിലാണ് അല്ലേ. കാരണം എന്താ? എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എന്നിട്ട് ചോദിക്കുകയാണ് ടെമ്പറേച്ചർ നമ്മൾ കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളതാണ്. അപ്പോൾ ടെമ്പറേച്ചർ, ലെറ്റ്സ് സേ ഞാനിവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ ഹീറ്റ് ഇൻക്രീസ് ആയി. ഓക്കെ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താവും? ഹീറ്റ് ഇൻക്രീസ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ പ്രൊഡക്റ്റ് എന്തായി? ഇൻക്രീസ് ആയി. അപ്പോൾ ഏത് സൈഡിലേക്ക് പോകും? പ്രൊഡക്റ്റ് ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ, കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ ബാക്ക്വേർഡ് പോകും. അപ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് ഫേവറബിൾ ആക്കണം അല്ലേ. ഫോർവേഡ് റിയാക്ഷൻ ആണ് ഫേവറബിൾ ആകാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പ്രൊഡക്റ്റ് കൂടുതൽ കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? യെസ്, ഞാൻ ടെമ്പറേച്ചർ എന്ത് ചെയ്യും മക്കളെ? ടെമ്പറേച്ചർ ഞാൻ ഡിക്രീസ് ചെയ്യും എന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഹീറ്റും എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അതായത് ഹീറ്റിനെ എന്ത് ചെയ്യുക? പ്രൊഡക്റ്റായിട്ട് കൺസിഡർ ചെയ്യാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹീറ്റ് ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്തായി? ഡിക്രീസ് ആയി. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്താൽ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ പ്രകാരം എന്ത് ചെയ്യും? യെസ്, പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താവും? യെസ്, ഫോർവേഡ് റിയാക്ഷൻ കാണിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇവിടെ എന്തായിരിക്കും? യെസ്, ലോവറിങ് ദ ടെമ്പറേച്ചർ ആണ് ആദ്യത്തെ കാര്യം അല്ലേ. ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? ലോവർ ചെയ്യണം. ഇനി എൻഡോതെർമിക്കിൻ്റെ കേസിലാണെങ്കിലോ, ഇവിടെ പ്രൊഡക്റ്റ് കൂടുതൽ കിട്ടണമെങ്കിൽ ഇതാ റിയാക്ടൻ സൈഡിലാണ് അല്ലേ. അപ്പോൾ റിയാക്ടൻ സൈഡിലാണെങ്കിൽ ടെമ്പറേച്ചർ എന്ത് ചെയ്താൽ മതി? ഇൻക്രീസ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യും? ഹീറ്റും ഇൻക്രീസ് ചെയ്യും. ഹീറ്റ് ഇൻക്രീസ് ചെയ്താൽ ഇതാ ഈ റിയാക്ടൻ്റ് എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ പ്രൊഡക്റ്റ് എന്താവും? ഇൻക്രീസ് ആവും. അതാണ് സംഭവം. യെസ്, എന്നിട്ട് അടുത്ത എന്താണ്? പ്രഷറിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട് അല്ലേ. ടെമ്പറേച്ചറിന് നമുക്ക് മനസ്സിലായി. ഇനി പ്രഷറിനെ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക.
പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോട്ട്? പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി ആണല്ലോ. പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ. അതായത് ലെറ്റ്സ് സേ പ്രഷർ ഇൻക്രീസ് ചെയ്തെന്ന് വിചാരിച്ചു. പ്രഷർ ഇൻക്രീസ് ചെയ്താൽ സ്വാഭാവികമായിട്ടും നമ്പർ ഓഫ് മോൾസും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതാണ് നമ്മളിവിടെ പറയും. പ്രഷർ ഇൻക്രീസ് ചെയ്താൽ നമ്പർ ഓഫ് മോൾസ് എന്താവും? ഇൻക്രീസ് ചെയ്യും. നമ്പർ ഓഫ് മോൾസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? സിസ്റ്റം ടെൻസ് ടു മൂവ് ഇൻ സച്ച് എ ഡയറക്ഷൻ. ഒന്ന് ഞാൻ വീഡിയോ പോസ് ചെയ്യുന്നുണ്ട്. മൂവ് ഇൻ സച്ച് എ ഡയറക്ഷൻ where there is lesser number of moles. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതാ നോക്കിക്കോളൂ, എന്തായി പറയുന്നത്. നമുക്ക് ആദ്യം ആ റിയാക്ഷൻ ഒന്ന് എഴുതാം. എന്താണ്? 2SO2 plus O2 gives what? 2SO3. അപ്പം ഞാൻ പറയുകയാണ്, ലെറ്റ്സ് സേ ഞാൻ പ്രഷർ ഇൻക്രീസ് ചെയ്തു. ഓക്കെ, പ്രഷർ ഇൻക്രീസ് ചെയ്താൽ സ്വാഭാവികമായിട്ടും നമ്പർ ഓഫ് മോൾസും ഇൻക്രീസ് ആവും. എന്നിട്ട് ഞാൻ പറയുകയാണ്, ഇത് ഈ ഒരു എഫക്റ്റിന് എന്ത് ചെയ്യണം? നള്ളിഫൈ ചെയ്യണം അല്ലേ? നമ്പർ ഓഫ് മോൾസ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇതിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ സിസ്റ്റം എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? എവിടെയാണോ ലെസ്സർ നമ്പർ ഓഫ് മോൾസ് അവിടത്തേക്ക് മൂവ് ചെയ്യും. കാര്യം മനസ്സിലായോ? അതായത് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു, സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു? നമ്പർ ഓഫ് മോൾസ് ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു എഫക്റ്റിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയാണോ ലെസ്സർ നമ്പർ ഓഫ് മോൾസ് ആ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും? സിസ്റ്റം മൂവ് ചെയ്യും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ റിയാക്ടൻ സൈഡിൽ എത്രയാണ്? 3 മോൾസ് ആണ് അല്ലേ? ഇതൊക്കെ എന്താണ്? ഗ്യാഷ്യസ് ആണ്. പ്രൊഡക്റ്റ് സൈഡിൽ എന്താണ്? 2 മോളേ ഉള്ളൂ. അപ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ സിസ്റ്റം എവിടെയാണ്? യെസ്, ലെസ്സർ നമ്പർ ഓഫ് മോൾസ് എവിടെയാണോ അവിടത്തേക്ക് എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യും. അതായത് പ്രൊഡക്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. കാരണം പ്രൊഡക്റ്റ് സൈഡിൽ എന്താണ്? ലെസ്സർ നമ്പർ ഓഫ് മോൾസ് ആണ്. വിച്ച് മീൻസ് നമ്മുടെ ഫോർവേഡ് റിയാക്ഷനാണ് ഇവിടെ നടക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്തായിരിക്കും? ലോവറിങ് ദ ടെമ്പറേച്ചർ, എക്സോതെർമിക് ആയതുകൊണ്ട് ലോവറിങ് ദ ടെമ്പറേച്ചർ, ഇൻക്രീസ് ഇൻ ദ പ്രഷർ ആയതുകൊണ്ട്, പ്രഷർ ആണെങ്കിൽ എന്തായിരിക്കും? യെസ്, ഫോർവേഡ് റിയാക്ഷൻ ഫേവർ ചെയ്യും. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 3. ദി യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ഫസ്റ്റ് ആൻഡ് സീറോ ഓർഡർ റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് മൊളാരിറ്റി എം യൂണിറ്റ് ഇസ് റെസ്പെക്റ്റീവ്ലി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എങ്ങനെയാണ് നമ്മൾ പറയുക? റേറ്റ് ഇസ് ഈക്വൽ ടു KA⁻n എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ റേറ്റ് കോൺസ്റ്റൻ്റെ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റേറ്റിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു? യെസ്, മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. ഇനി ഇത് താഴോട്ട് വരികയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് എ അല്ലേ? അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ എഴുതാം, കൺഫ്യൂഷൻ വേണ്ട. റേറ്റ് ഡിവൈഡഡ് ബൈ A⁻n എന്നുള്ള രീതിയിൽ വരും. ആൻഡ് കെ ഇസ് ഈക്വൽ ടു, കെയുടെ യൂണിറ്റ്, റേറ്റിൻ്റെ യൂണിറ്റ് എന്താ? മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ മോൾ പെർ ലിറ്റർ റേസ് ടു n എന്നുള്ള രീതിയിൽ. ഓക്കെ, അതായത് കെ ഇസ് ഈക്വൽ ടു മോൾ പെർ ലിറ്റർ റേസ് ടു 1 - n സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ജനറൽ ആയിട്ട് നമ്മൾ എഴുതുന്നത് കെയുടെ യൂണിറ്റ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഓർഡറിൻ്റെയും സീറോ ഓർഡറിൻ്റെയും ആണ്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ നമുക്ക് സിംപിളി എഴുതാൻ പറ്റും. ഓക്കെ, ഇതങ്ങ് പഠിച്ചു വെച്ചാൽ മതി, സിമ്പിളാണ്. മോൾ ലിറ്റർ റേസ് ടു 1 - n സെക്കൻഡ് ഇൻവേഴ്സ്. ഓക്കെ, n ഇസ് ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണെങ്കിൽ 1 - 1 എന്തായിരിക്കും? 0 ആയിരിക്കും. കെയുടെ യൂണിറ്റ് എന്തായിരിക്കും ഇവിടെ? മോൾ പെർ ലിറ്റർ റേസ് ടു 1 - 1 സെക്കൻഡ് ഇൻവേഴ്സ്. ഓക്കെ, ഇതെന്താവും? 0 ആവും, ജസ്റ്റ് സെക്കൻഡ് ഇൻവേഴ്സ്. ഓക്കെ, അതായത് ഫസ്റ്റ് ഓർഡറിൻ്റെ എത്രയാണ്? യെസ്, ഫസ്റ്റ് ഓർഡറും സീറോ ഓർഡറും ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ എന്തായിരിക്കും? ഫസ്റ്റ്, അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. സെക്കൻഡ് ഇൻവേഴ്സ്, സോറി, ആൻസർ കിട്ടിയിട്ടില്ല അല്ലേ? ഇനി സീറോ ഓർഡറും കൂടെ ഒന്ന് നോക്കണം. യെസ്, സീറോ ഓർഡർ എന്തായിരിക്കും? സീറോ ഓർഡർ. ഓക്കെ, n is equal to 0. So that is what K is equal to mole per liter 1 - n mole per liter 1 - 0 second inverse. അപ്പോൾ എന്തായിരിക്കും? യെസ്, മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ആൻഡ് ഇവിടെ നോക്കണം, ഇവിടെ ശ്രദ്ധിക്കണം, അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ ടേംസ് ഓഫ് മൊളാരിറ്റി ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ മോൾ പെർ ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മോൾ പെർ ലിറ്റർ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ആണ് അല്ലേ? കോൺസെൻട്രേഷൻ്റെ വേറൊരു എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ? നമുക്ക് മൊളാരിറ്റിയുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. കാര്യം മനസ്സിലാക്കണം, ഇങ്ങനെ ഒരു യൂണിറ്റ് നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റത്തില്ല? ഓപ്ഷനിൽ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ
മോൾ പെർ ലിറ്റർ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ആണ്. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൊളാരിറ്റി. അതിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അല്ലേ? മൊളാരിറ്റി പെർ സെക്കൻഡ് എന്നുള്ള രീതിയിൽ ഓപ്ഷൻ എ എന്തായിരിക്കും? കറക്റ്റ് ആൻസർ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? യെസ്. അപ്പോൾ ഇത് മാറിപ്പോരുത് കേട്ടോ. ഇവിടെ ഫസ്റ്റ് 0 ഓർഡർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലാതെ 0 ഫസ്റ്റ് ഓർഡർ എന്നല്ല ചോദിച്ചിരിക്കുന്നത്. ഒരു സെക്കൻഡ് നോക്കുക. നമ്മൾ ജനറലി എന്ത് ചെയ്യും? ടെൻസ് ടു റൈറ്റ് 0 ഫസ്റ്റ് ഓർഡർ ആണ് ചോദിക്കാറ്. പക്ഷേ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്? യെസ്, ഫസ്റ്റ് 0 ഓർഡർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, വിച്ച് മെറ്റൽ വിൽ ഡിസ്പ്ലേസ് ഹൈഡ്രജൻ ഫ്രം ഡൈല്യൂട്ട് HCl? യെസ്, ഹൈഡ്രജൻ ഫ്രം, ഓക്കെ, അതായത് ഒരു മെറ്റൽ ഡൈല്യൂട്ട് HClയുമായി റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഹൈഡ്രജനെ ആര് ഡിസ്പ്ലേസ് ചെയ്യും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എവിടെ നിന്നാണ്? ഏത് കോൺസെപ്റ്റിൽ നിന്നാണ്? യെസ്, ഇലക്ട്രോ കെമിക്കൽ സീരീസ് ആണ് മക്കളെ ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഹൈഡ്രജൻ്റെ എത്രയാണ്? 0 ആണ്. ഒരൊറ്റ കാര്യമേ അറിയേണ്ടതുള്ളൂ, ഈ ഒരു ഇലക്ട്രോ കെമിക്കൽ സീരീസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മളൊരു ന്യൂമോണിക്സ് ഒക്കെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് ഈ ഹൈഡ്രജൻ്റെ മുകളിലുള്ള എല്ലാ മെറ്റൽസിനും, അതായത് ഇവിടെയുള്ള സിങ്ക്, ക്രോമിയം നോക്കിക്കോളൂ, സിങ്ക്, ക്രോമിയം, Fe, നിക്കൽ, ഇവർക്കൊക്കെ എന്ത് ചെയ്യും? ഇവരൊക്കെ ഡൈല്യൂട്ട് HClയുമായി റിയാക്ട് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് കിട്ടും? യെസ്, ഹൈഡ്രജൻ നമുക്ക് കിട്ടും. പക്ഷേ ഇതിന് താഴെയുള്ളത്, അതായത് നമ്മുടെ കോപ്പർ, ഇവിടെ കാണാൻ പറ്റും മെർക്കുറി, പ്ലാറ്റിനം, ഗോൾഡ്, ഇവരൊക്കെ ആരുമായി റിയാക്ട്? ഡൈല്യൂട്ട് HClയുമായി റിയാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്ത് കിട്ടത്തില്ല. ഒറ്റ കാര്യമുള്ളൂ. ഓക്കെ, ഈ ഹൈഡ്രജൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലിന് മുകളിലാണെങ്കിൽ, അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ താഴെയാണെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് കേട്ടോ, ഇതാണ് ഓർഡർ. ഇത്ര വന്നു, ഇങ്ങനെ വന്നു, അടുത്ത് വന്നു, ഇത് കഴിഞ്ഞിട്ടാണ് ഇവർ വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഓർഡർ വരുന്നത്. വൺ, ഇങ്ങനെ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ലെക്ചറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, യെസ്, ഇതിന് മുകളിൽ, ഹൈഡ്രജൻ്റെ മുകളിൽ ആരുണ്ടെങ്കിലും, ഇപ്പോൾ സിങ്ക്, Fe, നിക്കൽ ഡൈല്യൂട്ട് HClയുമായി റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. അതേസമയം കോപ്പർ എന്ത് ചെയ്യത്തില്ല? യെസ്, കോപ്പർ HClയുമായി റിയാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടത്തില്ല? ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്ത് കിട്ടത്തില്ല. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കോപ്പർ, സിൽവർ, ഗോൾഡ്, ഇതാണ് കോപ്പർ. ഹൈഡ്രജന് താഴെയാണ് കോപ്പർ, ഇതാണ് സിൽവർ, ഇതാണ് ഗോൾഡ്. ഇവരൊന്നും തന്നെ എന്ത് ചെയ്യത്തില്ല? ഹൈഡ്രജൻ ഗ്യാസ് നമുക്ക് തരത്തില്ല. മറിച്ച് ആര് തരും? യെസ്, സിങ്ക് നമുക്ക് തരും. കാരണം എന്താ? സിങ്കിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഹൈഡ്രജനേക്കാൾ കുറവാണ്. എവിടെയാണ് സിങ്ക്? യെസ്, ദാറ്റ്സ് ഇറ്റ്. ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 5, ദ ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എത്രയാണ്? T½ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 6.93 ആണ്. എന്നിട്ട് ചോദിച്ചിരിക്കുകയാണ് ദ ടൈം റിക്വയർഡ് ഫോർ ദ കംപ്ലീഷൻ ഓഫ് 99.9% ഓഫ് ദി കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഇത് വലിയ ഇക്വേഷനൊന്നും നിങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല. T99.9% എന്ന് പറഞ്ഞാൽ 10T½ ആണ്. ഇത്രയും ആലോചിച്ച് വെച്ചാൽ മതി. 99.9% കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എത്ര ഹാഫ് ലൈഫ് വേണം? 10T². അതായത് T½ ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ 10 × 6.93 യെസ്, എത്രയാണ്? യെസ്, 69.3 എന്നുള്ള രീതിയിൽ വരും. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇക്വിലിബ്രിയവുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒരൊറ്റ കാര്യം, 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ലെറ്റ്സ് സേ A gives B എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ, ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് Kc ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ലെറ്റ്സ് സേ ഇത് K1 ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് ഞാൻ ഈ റിയാക്ഷനെ B gives A എന്ന് പറയുന്ന ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ദിസ് വിൽ ബി 1/Kc. ഇതെന്തായിരിക്കും? 1/Kc. ഇനി ഞാൻ പറയുകയാണ് A gives B എന്ന് പറയുന്നത് Kc ആണെങ്കിൽ ലെറ്റ്സ് സേ ഞാൻ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് NA gives NB. അതായത് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യുന്നു? n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ പുതിയ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് Kc⁻n ആയിരിക്കും. ഇത്രയും കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? റിവേഴ്സ് ചെയ്താൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താവും? 1/Kc ആവും. ഇനി മൾട്ടിപ്ലൈ ചെയ്താൽ Kc⁻n ആകും. ഇത്രയും മനസ്സിലായല്ലോ. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദ റിയാക്ഷൻ N2 + O2 gives. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് N2 + O2 gives what?
2NO. ഓക്കെ, ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് Kc ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? സോറി, Kc അല്ല, എന്താണ് പറഞ്ഞിരിക്കുന്നത്? 4 × 10⁻⁻⁴ ആണ്. യെസ്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 4 × 10⁻⁻⁴ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ചോദിച്ചിരിക്കുന്നത്? ദ വാല്യൂ ഓഫ് ദ Kc ഫോർ ദി റിയാക്ഷൻ NO ഗിവ്സ് ഹാഫ് N2 പ്ലസ് ഹാഫ് O2. ഓക്കെ, എന്നിട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? NO ഗിവ്സ് ഹാഫ് N2 പ്ലസ് ഹാഫ് O2 എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയും, ഇവിടെ നിന്ന് ഇവിടത്തേക്ക് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? ഓഫ് കോഴ്സ് ഈ റിയാക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? റിവേഴ്സ് ചെയ്തിട്ടുണ്ട് അല്ലേ? ആദ്യം റിവേഴ്സ് ചെയ്തിട്ടുണ്ട്, രണ്ടാമത് എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് പറയാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്ത് പറയും? 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുമല്ലോ. യെസ്, അപ്പോൾ എൻ്റെ പുതിയ Kc എന്ന് പറയുന്നത് ഇതാ റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ ഈ Kc എന്താവും? 1/4 × 10⁻⁻⁴ ആകും. ഓക്കെ, ഇനി 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യും? യെസ്, റേസ് ടു 1/2 എന്ന് എനിക്ക് എഴുതാൻ പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ പറഞ്ഞ മക്കളെ, ഇതെന്താണ്? 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ടാണല്ലേ? യെസ്, അപ്പോൾ എനിക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ റൂട്ട് ചെയ്താൽ മതി. ഓക്കെ, √4 എന്ന് പറഞ്ഞാൽ എന്താ? 1/2. ഇത് 10⁻⁻⁴ എന്നുള്ളത് 10⁻⁻² ആകും. വിച്ച് മീൻസ് ഇത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ എന്താകും? 1/2 × 10⁻² എന്നുള്ള രീതിയിലേക്ക് വരും. ഓക്കെ, അപ്പോൾ 100/2 എത്രയാണ്? 50. 100/2 എത്രയാണ്? 50. ദാറ്റ് ഈസ് ദി ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. കാര്യം മനസ്സിലായല്ലോ? ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇലക്ട്രോ കെമിസ്ട്രിയും ഇക്വിലിബ്രിയവും റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് E0 ഫോർ ദ ഗിവൺ റിയാക്ഷൻ ഹാസ് എ നെഗറ്റീവ് വാല്യൂ. E0 എന്താണ്? നെഗറ്റീവ് വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ ΔG0വും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും തമ്മിലുള്ള റിലേഷനൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1-2 റിലേഷൻ നമുക്ക് അറിയണം. വിച്ച് ഇസ് ΔG0 = -NF(E0) സെൽ എന്നുള്ള ഒരു കാര്യം. ഓക്കെ, അതേപോലെ ΔG0 -2.303 nRT log K എന്ന് പറയുന്ന അടുത്തൊരു റിലേഷൻ. ഈ 2 റിലേഷൻ ഓക്കെയാണല്ലോ. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? യെസ്, E0 വാല്യൂ എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് ഓൾറെഡി ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്, ഈ വാല്യൂ നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ ഫാരഡേസ് കോൺസ്റ്റന്റ് എന്തായിരിക്കും? എന്തായാലും പോസിറ്റീവാണ്. അപ്പോൾ ഈ നെഗറ്റീവും കൊണ്ട് ΔG0 എന്താകൂടാ? ΔG0യുടെ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ എനിക്ക് പറയാം ΔG0 പോസിറ്റീവ് ആണെങ്കിൽ >0 എന്ന് എനിക്ക് പറയാൻ പറ്റുമല്ലോ. അപ്പോൾ ഏതൊക്കെ ഓപ്ഷൻ എനിക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും? യെസ്, സിയും ഡിയും ഞാൻ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, എന്നിട്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എനിക്ക് കണ്ടുപിടിക്കണം അല്ലേ? ΔG0 >0 എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സോറി ഫോർ ദിസ്, ഒരു പേജും കൂടെ നമുക്ക് എടുക്കാം. ഓക്കെ, യെസ്, ΔG0 >0 ആണ്. ΔG0 >0 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നോക്കൂ, ΔG0 -2.303 RT log K അല്ലേ? ഈ ഇക്വേഷനിൽ ഒന്നാലോചിച്ച് നോക്കി, ഇത് പോസിറ്റീവ് കിട്ടണമെങ്കിൽ ഇവിടെ ഓൾറെഡി ഒരു നെഗറ്റീവ് ഉണ്ട്. വിച്ച് മീൻസ് ഈ log Kയുടെ വാല്യൂ എന്തായിരിക്കണം? യെസ്, നെഗറ്റീവ് ആയിരിക്കണം അല്ലേ? കാരണം ആറും ടിയും 2.303 ഒക്കെ എന്താണ്? പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ΔG0 പോസിറ്റീവ് കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ടും log K ഷുഡ് ബി വോട്ട്? നെഗറ്റീവ്, <0. ഇതെപ്പോഴാണ് <0 ആവുക? യെസ്, നെഗറ്റീവ് എപ്പോഴാവുക? ഓർ നെഗറ്റീവ് K എപ്പോഴാകുമ്പോഴാണ്? <1 ആകുമ്പോഴാണ്. യെസ്, K <1 ആകുമ്പോൾ log K എന്തായിരിക്കും? നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. വിച്ച് മീൻസ് നമ്മുടെ ഓപ്ഷൻ എന്തായിരിക്കും? ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് <1 ആയിരിക്കണം, ΔG0 >0 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓപ്ഷൻ എ. 8ാമത്തെ ക്വസ്റ്റ്യൻ. യെസ്, ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? 0.1 മോളാർ അക്വസ് സൊല്യൂഷൻ ഓഫ് ദ കോമ്പൗണ്ട് വിൽ എക്സിബിറ്റ് ലാർജസ്റ്റ് ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് എന്നാണ്. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുമായിട്ടുള്ള കാര്യമാണ് അല്ലേ? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ എന്തായിരിക്കും? ΔTF = I × KF × M. ഓക്കെ, മൊളാരിറ്റി കോൺസെൻട്രേഷൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സിമിലർ ആണ്. അപ്പോൾ എന്ത് നോക്കിയാൽ മതി? KF സോൾവെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് അല്ലേ? അപ്പോൾ അതിനെയും നോക്കേണ്ട ആവശ്യമില്ല. എന്ത് നോക്കിയാൽ മതി? യെസ്, വാൻ ഹോഫ് ഫാക്ടറിനെ നോക്കിയാൽ മതി. വാൻ ഹോഫ് ഫാക്ടർ ΔTF is directly proportional to what? Your Van Hoff factor. ആർക്കാണ്
ലാർജസ്റ്റ് ഡിപ്രഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഡെൽറ്റ ഡി എഫ് ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? ഐ കൂടുതലുള്ളവർക്കായിരിക്കും. ഇതെത്രയാണ്? ഐ കെ സി എൽ 2 ആണ് അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. യെസ്, ഇതെങ്ങനെയാണ്? 2K പ്ലസ് SO4 2 മൈനസ്. ഡിസോസിയേറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എത്രയാണ്? 3 ആണ്. ഇതെന്തായിരിക്കും? 2Al3 പ്ലസ് 3 SO4 2 മൈനസ് ആയിരിക്കും. സോ 2 അയോൺ 3 അയോൺ ടോട്ടൽ എത്രയാണ്? വെൻ ഹോഫ് ഫാക്ടർ ഐ 5 ആയിരിക്കും. ഓക്കെ, സ്വാഭാവികമായിട്ടും ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 9. ദ കൊയാഗുലേറ്റിംഗ് പവർ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം. ദി ഇലക്ട്രോലൈറ്റ് ഹാവിങ് അയോൺസ്, ഇങ്ങനെ ഒരു അയോൺസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ആരാണ് ഈ അയോൺസ്? എന്താണ്? കാറ്റയോൺസ് ആണ് അല്ലേ? ഫോർ ആർസനിക് സൾഫൈഡ് സോൾട്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആർസനിക് സൾഫൈഡ്. ഓക്കെ, ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട, ആർസനിക് സൾഫൈഡ് സോളിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിനെ കൊയാഗുലേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? യെസ്, കൊയാഗുലേറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജുള്ള അയോൺ ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് ചാർജ് ആർക്കാണോ കൂടുതൽ, അത്രത്തോളം കൊയാഗുലേറ്റിംഗ് പവർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ ആർക്കാണ്? നമുക്ക് Al3+, അല്ലേ? സോറി, Al3+, പിന്നെ ആരാണ്? Ba2+, പിന്നീട് ആര് വരും? യെസ്, നമ്മുടെ Na+ വരും. കൊയാഗുലേറ്റിംഗ് പവർ. ഓക്കെ, അപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ആർസനിക് സൾഫൈഡ് സോളിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ്. ഇതിനെ കൊയാഗുലേറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് ആണ്. എത്രത്തോളം പോസിറ്റീവ് കൂടുതലുണ്ടോ, യെസ്, എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും അത്രത്തോളം കൊയാഗുലേറ്റിംഗ് പവറും ഉണ്ടാകും. Al3+ന് ഏറ്റവും കൂടുതലായിരിക്കും. നെക്സ്റ്റ് വൺ. Among the colloids, cheese, milk, smoke, correct relation between dispersed phase and dispersion medium ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് അറിഞ്ഞിരിക്കണം മക്കളെ. ഈ ഒരു ടേബിൾ കൊളോയിഡ്സിന് 8 ടൈപ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് എല്ലാം അറിഞ്ഞിരിക്കണം. ഇത് നിങ്ങൾ പഠിച്ചോ? കഴിഞ്ഞ എക്സാമിനും വന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. കുട്ടികൾ ഒഴിവാക്കുന്ന ഒരു ഏരിയ ആണ്, കാരണം ബൈഹാർട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇവിടുന്ന് ചോദിക്കും, സിമ്പിളായിട്ടാണ് ചോദിക്കുക. മിൽക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം എമൽഷൻ ടൈപ്പാണ്, ലിക്വിഡ് ആണ്. ഓക്കെ, ലിക്വിഡ് ആണ് നമ്മുടെ മിൽക്ക് എന്ന് പറയുന്നത്. അത് നമുക്കറിയാൻ പറ്റും. ഓക്കെ, അതേപോലെ ചീസ് നിങ്ങൾ അറിയത്തില്ലേ? ബട്ടർ എന്നൊക്കെ പറയുന്ന ചീസ് അല്ലേ? ചീസ് എന്തായിരിക്കും? ലിക്വിഡ് ഇൻ സോളിഡ് ആണ്. ലിക്വിഡ് ഇൻ സോളിഡ്, അത് ഇവിടെ കാണാൻ പറ്റും. യെസ്, ജെല്ല്. ഓക്കെ, ജെല്ല് കണ്ടോ? ബട്ടർ, ചീസ് ബട്ടർ എന്നൊക്കെ നമ്മൾ പറയുന്നത്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? സ്മോക്ക് എന്ന് പറയുന്നത് സോളിഡ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? സോളിഡ് ഇൻ ഗ്യാസ് ആയിരിക്കും. ഇതാ സോളിഡ്, ഇവിടെ സോളിഡ് ഇൻ ഗ്യാസ്, എയറോസോളാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഗോ ത്രൂ ചെയ്യുക. ഗ്യാസ് ഇൻ ലിക്വിഡ് ആണെങ്കിൽ സോപ്പ്, ലേതർ, വിപ്പഡ് ക്രീം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. യെസ്, സോ ദാറ്റ് ഈസ് ഏതാണ്? ചീസ് എന്ന് പറയുന്നത് എന്താണ്? സോളിഡ് ഇൻ ലിക്വിഡ് ആണ്. പിന്നെ ലിക്വിഡ് ഇൻ ലിക്വിഡ് ആണ് മിൽക്ക്. ആൻഡ് സ്മോക്ക് എന്ന് പറയുന്നത് എന്താണ്? യെസ്, ഗ്യാസ് ഇൻ സോളിഡ് ആണ്. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം. ടിൻറ്റൽ എഫക്റ്റ് ഈസ് ഒബ്സർവ്ഡ്, എപ്പോഴും പറയുന്നതാണ് അല്ലേ? സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ഫിനോമിനൻ. സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. യെസ്, കൊളോയിഡൽ പാർട്ടിക്കിൾ ആക്ച്വലി സ്കാറ്റർ ദ ലൈറ്റ് പാർട്ടിക്കിൾസ്. ഓക്കെ, എന്താ പറയുന്നത്? ദ ഡയമീറ്റർ ഓഫ് ഒബ്സർവ്ഡ് വെൻ, എപ്പോഴാണ്? ദ ഡയമീറ്റർ ഓഫ് ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾ ഈസ് സിമിലർ ടു ദി വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്ഡ്. അത് തന്നെയാണ് അല്ലേ? നോക്കൂ, ഇതാ പറഞ്ഞിരിക്കുന്നത്. ഇതാ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് അപ്രോക്സിമേറ്റ്ലി സിമിലർ ആയിരിക്കണം ആരുമായിട്ട്? ഡയമീറ്റർ ഓഫ്, യെസ്, നിങ്ങളുടെ ഡിസ്പേഴ്സ്ഡ് ഫേസ് പാർട്ടിക്കിൾസ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? സൈസ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ്, ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ഇവിടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഡയമീറ്റർ. സോ ദാറ്റ്സ് ഇറ്റ്, ഓപ്ഷൻ എ. ഓക്കെ, ഇതൊന്നും തന്നെയല്ല. ദ ഡയമീറ്റർ ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് മച്ച് ലാർജർ, അങ്ങനെയൊന്നുമല്ല, സ്മോളറും അല്ല. പിന്നെന്താണ്? ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഡിസ്പേർഷൻ മീഡിയം. ഇതെന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓക്കെ, നമ്മുടെ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും തമ്മിൽ എന്തായിരിക്കണം? ഗ്രേറ്റർ ഡിഫറൻസ് ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഗ്രേറ്റർ ഡിഫറൻസ്. അപ്പോൾ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഏതാണ്? യെസ്, നമ്മുടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ. Which type of defect has the presence of cation in the interstitial site? Of course, that is Frenkel defect. ഷോട്ട്കിയും ഫ്രെങ്കലും നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കണം അല്ലേ? എ cation dislocated and എവിടെ ഉണ്ടാകും? യെസ്, ഇൻ ദി ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റ്. ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റിൽ പോയി ഒക്യുപ്പൈ ചെയ്യുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ ഷോട്ട്കി, വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ? ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ.
മിസ്സിംഗ് ഫ്രം ലാറ്റിസ് സൈഡ്സ്, മിസ്സിംഗ് ഫ്രം ലാറ്റിസ് സൈഡ്സ്, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത് അല്ലേ. എക്സാമ്പിളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഷോർട്ട് കീയുടെ NaCl, KCl, AGBR അല്ലേ. AGBR ഇസ് അഗെയിൻ ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ്? യെസ്, ഷോസ് ബോത്ത് ഷോർട്ട് കീ ആൻഡ് ഫ്രാങ്കൽ ഡിഫക്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 12, that is D. 13, the incorrect statement pertaining to absorption of a gas on a solid surface. Yes, ഗ്യാസ് ഓൺ എ സോളിഡ് സർഫസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു ഗ്യാസ് ഉണ്ട്, ഇത് നമ്മുടെ സോളിഡ് സർഫസ് ആണ്. ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് അഡ്സോർപ്ഷൻ ആണ്. അപ്പോൾ ആദ്യത്തെ കാര്യം വളരെ കോമൺ സെൻസ് ആയിട്ട് പറയാൻ പറ്റും. ഇത് കുറേ ഗ്യാസ് ഉണ്ട് അല്ലേ, ഇത് ഇവിടെ വന്നിട്ട് അഡ്സോർബ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ, ഇതിൻ്റെ റാൻഡംനെസ് കൂടുമോ കുറയുമോ? അതായത് ΔS കൂടുമോ കുറയുമോ? സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും അല്ലേ. ഗ്യാസ് ആണെങ്കിൽ ഇങ്ങനെ ഓടി നടക്കാമായിരുന്നു, ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ എന്തായിരിക്കും? റാൻഡംനെസ് കുറഞ്ഞു. അതായത് ΔS എന്താണ്? നെഗറ്റീവാണ്. ഇനി അടുത്ത കാര്യം എപ്പോഴും ആലോചിക്കുക, അഡ്സോർപ്ഷൻ ഈസ് എ സ്പോണ്ടേനിയസ് പ്രോസസ്സ്. സ്പോണ്ടേനിയസ് പ്രോസസ്സ്, അതായത് നിങ്ങൾ പോയിട്ട് പറയുമൊന്നും വേണ്ട അഡ്സോർബ് എന്ന്, സ്വാഭാവികമായിട്ടും അത് നടന്നോളൂ. ഓക്കെ, അതായത് അഡ്സോർപ്ഷൻ ഇസ് ഓൾവേസ് എ സ്പോണ്ടേനിയസ് പ്രോസസ്സ്. അപ്പോൾ ΔG എന്തായിരിക്കും? സ്പോണ്ടേനിയസ് ആണെങ്കിൽ അതും എന്തായിരിക്കും? നെഗറ്റീവ്. ഇനി അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഒരു എക്സോതെർമിക് റിയാക്ഷൻ കൂടെയാണ്. എക്സോതെർമിക് റിയാക്ഷൻ, ΔH എക്സോതെർമിക് ആണെങ്കിൽ അതെന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അഡ്സോർപ്ഷൻ ഈസ് ഓൾവേസ് എക്സോതെർമിക്, ദാറ്റ് ഈസ് കറക്റ്റ് അല്ലേ. ഫിസിക്സ് ഓപ്ഷൻ ഈസ് റിവേഴ്സിബിൾ ഇൻ നേച്ചർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഒരു ക്വസ്റ്റ്യനും കൂടെയുണ്ട്. ഈ കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചോളൂ, വേറൊരു ക്വസ്റ്റ്യനിലേക്ക് വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഞാൻ നോക്കിയില്ല. ഓക്കെ, അഡ്സോർപ്ഷൻ ഈസ് ഓൾവേസ് എക്സോതെർമിക്, അത് കറക്റ്റാണ് അല്ലേ. ΔH എന്താണ്? നെഗറ്റീവാണ്, കറക്റ്റാണ്. ഫിസിക്സ് ഓപ്ഷൻ ഈസ് ആക്ച്വലി റിവേഴ്സിബിൾ ഇൻ നേച്ചർ, കറക്റ്റാണ്. ഫിസിക്സ് ഓപ്ഷൻ എന്താണ്? ഫിസിക്സ് ഓപ്ഷനിൽ എന്തായിരിക്കും? വണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. വണ്ടർവാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അതുകൊണ്ട് തന്നെ റിവേഴ്സിബിൾ ആണ്. അതേസമയം കെമിസ് ഓപ്ഷൻ എന്താണ്? ഇറിവേഴ്സിബിൾ ആണ്. കെമിസ് ഓപ്ഷൻ ഈസ് ആക്ച്വലി ഇറിവേഴ്സിബിൾ. ഓക്കെ, അതൊന്ന് ആലോചിക്കുക. അടുത്തത്, കെമിസ് ഓപ്ഷൻ ഫോംസ് മോണോമോളിക്കുലാർ ലെയേഴ്സ്. അതും ശരിയാണ്. കെമിസ് ഓപ്ഷൻ എന്താണ്? മോണോ ലെയർ ആണ് ഫോം ചെയ്യുന്നത്. ഇനി ഓപ്ഷൻ സി നോക്കി, ഫിസിക്സ് ഓപ്ഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ബട്ട് കെമിസ് ഓപ്ഷൻ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഇത് ആക്ച്വലി എന്താണ്? തെറ്റാണ്. ഇതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് തൽക്കാലത്തേക്ക് ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. എന്താ പറയുന്നത്? ഫിസിക്സ് ഓപ്ഷൻ നോക്കണേ, ഫിസിക്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഇതും ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് നമ്മുടെ സോളിഡ് സർഫസ്. ഇവിടെ എന്തുണ്ട്? ഗ്യാസ് ഉണ്ട്. ഈ ഗ്യാസ് വന്നിട്ട് അഡ്സോർബ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഫിസിക്സ് ഓപ്ഷൻ ആണ്. സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ടാകുന്നത് വണ്ടർവാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും. വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ ഞാൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? ഈ ബോൺസ് ഒക്കെ എന്താവും? ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്യും. അപ്പോൾ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും അഡ്സോർപ്ഷൻ എന്താകും? ഡിക്രീസ് ചെയ്യും. എനിക്ക് പറഞ്ഞൂടെ? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫിസിക്സ് ഓപ്ഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അതായത് ഫിസിക്സ് ഓപ്ഷൻ ആക്ച്വലി എന്താണ്? ഡിക്രീസ് ആണ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ വണ്ടർവാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് അഡ്സോർപ്ഷൻ എന്താകും? ഡിക്രീസ് ചെയ്യും. അതായത് ഫിസിക്സ് ഓപ്ഷൻ ഡിക്രീസസ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻക്രീസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം കെമിസ് ഓപ്ഷൻ എന്താണ്? ഇൻക്രീസിങ് ആണ്. കെമിസ് ഓപ്ഷൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. കെമിസ് ഓപ്ഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, സോ ഓപ്ഷൻ സി എന്താണ്? തെറ്റാണ്, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ക്വസ്റ്റ്യൻ നമ്പർ 14, which primitive cell has unequal edge length and all axial angles different from 90 degree എന്നാണ്. ഇതെന്താണ്? മോണോക്ലിനിക് ആണ്, സോറി ട്രൈക്ലിനിക് ആണ് അല്ലേ. ട്രൈക്ലിനിക്കിൻ്റെ കേസിലാണ് അല്ലേ. ട്രൈക്ലിനിക്കിൻ്റെ കേസിൽ നമ്മൾ പറയും A not equal to B not equal to C and alpha not equal to beta not equal to gamma not equal to 90 degree. ഒന്നും തന്നെ ഈക്വൽ അല്ലാത്ത ഒരാളാണെന്ത്? യെസ്, നമ്മുടെ ട്രൈക്ലിനിക് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ. ബാക്കിയുള്ളവരെ പറ്റിയും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഐഡിയ അറിഞ്ഞിരിക്കണം. എഡ്ജ് ലെങ്ത്തും ആക്സിയൽ ആംഗിൾസും തമ്മിൽ യെസ് നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അത് പറയുകയാണെങ്കിൽ 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിനെ പറ്റിയിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. എസ്പെഷ്യലി ഓർത്തോറോംബിക്,
നമ്മുടെ ഹെക്സഗണലൊക്കെ. ഓർത്തോറോംബിക് ഒക്കെ ആണെങ്കിൽ എഡ്ജ് ലെങ്ത്തിൻ്റെ ആക്സിയൽ ആംഗിൾസിൻ്റെ റിലേഷൻ എന്താണ്? ആൽഫ ബീറ്റ ഗാമ എന്താണ്? 90 ഡിഗ്രി. പക്ഷേ ആക്സിയൽ ലെങ്ത്ത് നോക്കിയെല്ലാം ഡിഫറെൻ്റ് ആണ്. ഹെക്സഗണലിൽ നോക്കുകയാണെങ്കിൽ ബോണ്ട് ആംഗിൾസ് ആക്സിയൽ ആംഗിൾസ് എന്തായിരിക്കും? ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ 90 ഡിഗ്രി ആണ്. ഗാമ എന്താണ്? 120 ഡിഗ്രി ആണ്. അപ്പോൾ ഓപ്ഷൻ എന്ത് വരും? ഇവിടെ ചോദിച്ചിരിക്കുന്നത് എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ആരെന്നാണ്. ദാറ്റ് ഈസ് ട്രൈക്ലിനിക് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് വൺ, ഇഫ് എ ഗ്യാസ് എക്സ്പാൻസ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഇറ്റ് ഇൻഡിക്കേറ്റ്സ്. മക്കളെ, ഒരു ഗ്യാസ് ലെറ്റ്സ് സേ ഇതാണ് നമ്മുടെ 2 ലിറ്റർ വോളിയമുള്ള ഒരു ഗ്യാസ്. ഓക്കെ, ലെറ്റ്സ് സേ ഇതിന് 2 മോൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഇത് ഞാൻ എന്ത് ചെയ്തു? എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ, ലെറ്റ്സ് എക്സ്പാൻഡ് ചെയ്തിട്ട് 5 ലിറ്ററിലേക്ക് ഞാൻ എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്താ പറഞ്ഞത്? പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇൻക്രീസസ്. ഇവിടെ വോളിയം ഓഫ് ഗ്യാസ് എന്താകും? ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കാരണം എക്സ്പാൻഷനാണ് നടക്കുന്നത്. 2 ലിറ്ററിൽ നിന്ന് 5 ലിറ്ററിലേക്ക് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്താൽ സ്വാഭാവികമായിട്ടും പ്രഷർ എന്ത് ചെയ്യും? പ്രഷർ ഓഫ് ഗ്യാസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും എന്നെനിക്ക് പറയാൻ പറ്റും അല്ലേ? യെസ്. അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ഗ്യാസ് ഇൻക്രീസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റായിരിക്കും അല്ലേ? കാരണം എന്താ? ഇവിടെ 2 മോളാണെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ എന്ത് തന്നെയാണ്? 2 മോൾ തന്നെയാണ് ഉണ്ടാകുക അല്ലേ? അതായത് എക്സ്പാൻഷൻ കൊണ്ട് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് എന്ത് ചെയ്യത്തില്ല? ചേഞ്ച് ചെയ്യത്തില്ല. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് എന്താണ്? ഡസ് നോട്ട് ചേഞ്ച്. അങ്ങനെ നമ്പർ ഓഫ് മോൾസ് ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മോളിക്യൂൾസും എന്ത് ചെയ്യത്തില്ല? ചേഞ്ച് ചെയ്യത്തില്ല. ഓപ്ഷൻ ബി എന്തായിരിക്കും? തെറ്റായിരിക്കും. ഇനി കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ് റിമെയിൻസ് സെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, വിച്ച് ഈസ് ആക്ച്വലി കറക്റ്റ് ആണ്. എന്തുകൊണ്ടാണ്? പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് അല്ലേ? ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വാട്ട്? ടെമ്പറേച്ചർ. അതായത് കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? യെസ്, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യണം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, ഐസോതെർമൽ പ്രോസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി എന്ത് ചെയ്യത്തില്ല? ചേഞ്ച് ചെയ്യത്തില്ല. Kinetic energy of molecules remains the same. Option C. Question number 16. For one component system, the maximum number of phases that can coexist at equilibrium. Phase equilibrium തമ്മിലുള്ള phase equilibrium അല്ലേ? ഇതുമായിട്ടുള്ള റിലേഷൻ ആണ്. എന്താണ്? F is equal to C minus P plus 2 എന്ന് പറയുന്ന കാര്യമാണ്. C എന്താണ്? വൺ കമ്പോണൻറ്റ് സിസ്റ്റം ആണ്. വൺ കമ്പോണൻറ്റ് സിസ്റ്റം. അപ്പോൾ സിയുടെ വാല്യൂ കിട്ടി. എത്രയാണ്? 1. ഓക്കെ, എന്നിട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? മാക്സിമം നമ്പർ ഓഫ് ഫേസ്. അപ്പോൾ ഫേസ് ഈക്വൽ ടു, എനിക്കിങ്ങനെ എഴുതാലോ, അല്ലെങ്കിൽ നോക്കിക്കോളൂ, എഫ് ഇസ് ഈക്വൽ ടു കമ്പോണൻറ്റ് കിട്ടി 1 മൈനസ് പി പ്ലസ് 2 എന്നെനിക്ക് കിട്ടി. അല്ലെങ്കിൽ 3 മൈനസ് പി എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഈ പീനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഫേസ് ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 3 മൈനസ് എഫ് എന്നുള്ള രീതി. അപ്പോൾ ദ മാക്സിമം നമ്പർ ഓഫ് ഫേസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പി മാക്സിമം ആണെങ്കിൽ ഈ എഫ് എന്തായിരിക്കും? ഡിഗ്രി ഓഫ് ഫ്രീഡം എന്തായിരിക്കും? യെസ്, ഡിഗ്രി ഓഫ് ഫ്രീഡം എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം എന്നെനിക്ക് പറയാൻ പറ്റുമല്ലോ. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്തായിരിക്കും? യെസ്, മിനിമം ആയിരിക്കണം. മിനിമം എന്ന് പറയുമ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെ മിനിമം വാല്യൂ എത്രയാണ്? എഫിൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ് അല്ലേ? നമുക്കറിയാം ഫേസ് ഇക്വിലിബ്രിയത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രിപ്പിൾ പോയിന്റ് അല്ലേ? ട്രിപ്പിൾ പോയിന്റ് എന്നൊക്കെ പറയുന്നിടത്ത് എന്തായിരിക്കും? ഡിഗ്രി ഓഫ് ഫ്രീഡം എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് പി മാക്സ് കിട്ടണമെങ്കിൽ എഫ് എന്തായിരിക്കും? മിനിമം ആയിരിക്കണം. സോ 3 മൈനസ് 0 എന്തായിരിക്കും? 3 ഫേസിന് എന്ത് ചെയ്യാൻ പറ്റും? കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ സി. ഇത്രയുള്ള കാര്യം. ക്വസ്റ്റ്യൻ നമ്പർ 17. ആൻ എലമെന്റ് ഫോം CCP സ്ട്രക്ചർ. ഓക്കെ, എലമെന്റ് ബി എന്താ പറഞ്ഞിരിക്കുന്നത്? CCP, അതായത് FCC ആണ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും FCCയിൽ നമുക്കറിയാം 4 ആറ്റംസ് ആണുള്ളത്. ആൻഡ് A occupies half of the octahedral voids. ഓക്കെ, അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ് എത്രയാണ്? 4 ആറ്റംസ് ഉണ്ടെങ്കിൽ ടോട്ടൽ ഒക്ടാഹെഡ്രൽ വോയിഡ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? N ആറ്റം ആണെങ്കിൽ N തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 4 ആയിരിക്കും. പക്ഷേ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? A occupies half of the octahedral void. അപ്പോൾ എന്തായിരിക്കും? A എത്രയായിരിക്കും? 2. ആൻഡ് വൈൽ ഓക്സിജൻ ആറ്റം occupy all the tetrahedral void എന്നാണ് പറഞ്ഞിരിക്കുന്നത്. all tetrahedral void. അപ്പോൾ എത്രയാണ് ടെട്രാഹെഡ്രൽ വോയിഡ് ഉണ്ടാകുക? ലെറ്റ്സ് സേ ആറ്റംസ് N ആണെങ്കിൽ ഓക്കെ, ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? N തന്നെയായിരിക്കും. ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 2N ആയിരിക്കും.
ഇവിടെ ആറ്റംസ് 4 ആണ്, ഒക്ടാഹൈഡ്രൽ വോയിഡ് 4 ആണ്, ടെട്രാഹൈഡ്രൽ വോയിഡ് എത്രയായിരിക്കും? 8 ആയിരിക്കും. സോ ദിസ് ഇസ് 8. അപ്പോൾ എ എത്രയാണ്? ഹാഫ് ഓഫ് ദി ഒക്ടാഹൈഡ്രൽ വോയിഡ് A2. ഓക്കെ, A2. ബി എത്രയാ? CCP ലാറ്റിസ് ആണ് 4. O8. ഇതാണ് ഫോർമുല വരിക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ എന്താണ് കിട്ടിയിരിക്കുന്നത്? A2B4 O8. A2B4 ഇല്ല, നോക്കിക്കോളൂ, ഇതില്ല. A2B4 ഇല്ല, ഇവിടെയും A2B4 ഇല്ല. പക്ഷേ അപ്പോൾ ഓപ്ഷൻ ഇല്ലേ? AB2O4 എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മക്കളെ, നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഡിവൈഡ് ചെയ്യാം 2 കൊണ്ട്. അതായത് AB2O4 എന്ന് നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി എന്താണ്? കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ് വൺ. ക്വസ്റ്റ്യൻ നമ്പർ 18. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എനർജി ഓഫ് സിംഗ്ലറ്റ് സ്റ്റേറ്റ് ഈസ് മോർ ദാൻ ട്രിപ്ലറ്റ്. അറിഞ്ഞിരിക്കണം, ഫ്ലൂറസെൻസും ഫോസ്ഫോറസെൻസും ഒക്കെ ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ നോക്കിയേ, എനർജി ഓഫ് സിംഗ്ലറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ വോട്ട്? എനർജി ഓഫ് ട്രിപ്ലറ്റ്. കറക്റ്റ് ആണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട്. ട്രിപ്ലറ്റ് സ്റ്റേറ്റ് ഈസ് മോർ പോപ്പുലേറ്റഡ് ദാൻ സിംഗ്ലറ്റ് സ്റ്റേറ്റ്. അതും എന്താണ്? കറക്റ്റ് ആണ്. കാരണം എന്താ? ട്രിപ്ലറ്റിന്, ശ്രദ്ധിക്കണേ, ട്രിപ്ലറ്റിന് ലൈഫ് ടൈം എന്താണ്? കൂടുതലാണ്. ലൈഫ് ടൈം സിംഗ്ലറ്റിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കും? മോർ പോപ്പുലേറ്റഡ് ആയിരിക്കും. ഓക്കെ, ട്രിപ്ലറ്റ് സ്റ്റേറ്റ് ഈസ് മോർ പോപ്പുലേറ്റഡ് ദാൻ സിംഗ്ലറ്റ്. ഇനി അടുത്ത നോക്കിയേ, ദാ സി അവിടെ നിൽക്കട്ടെ, ഡി ഒന്ന് പറയാം. മോളിക്കുലാർ സ്പിൻ ഫോർ ഇന്റേണൽ കൺവേർഷൻ റിമെയിൻസ് സെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ഇന്റേണൽ കൺവേർഷൻ അല്ലേ, IC ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കി, ഇത് സിംഗ്ലറ്റ് ആണ്, SS എന്ന് കാണാം അല്ലേ, സിംഗ്ലറ്റിൽ നിന്ന് സിംഗ്ലറ്റ് ആണ്. അതായത് മോളിക്കുലാർ സ്പിൻ എന്താണ്? ഇന്റേണൽ കൺവേർഷനിൽ സെയിം ആണ്, സിംഗ്ലറ്റ് ടു സിംഗ്ലറ്റ് തന്നെയാണ്. ഓക്കെ, അതേസമയം ഇന്റർ സിസ്റ്റം ക്രോസിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് അല്ലേ, ISC. ഇത് IC, ഇതെന്താണ്? ISC. ISC ആക്ച്വലി എന്താണ്? സിംഗ്ലറ്റിൽ നിന്ന് എവിടത്തേക്ക് വരുന്നു? ട്രിപ്ലറ്റിലേക്ക് വരുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഇനി അടുത്ത എന്താ? ഫ്ലൂറസെൻസ് ഇസ് നോൺ റേഡിയേറ്റീവ് പ്രോസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി എന്താണ്? ഇവർ റേഡിയേറ്റീവ് പ്രോസസ്സാണ്. ഫ്ലൂറസെൻസും ഫോസ്ഫോറസെൻസും എന്താണ്? ഫ്ലൂറസെൻസ് ആൻഡ് ഫോസ്ഫോറസെൻസ് ഈസ് ആക്ച്വലി റേഡിയേറ്റീവ് പ്രോസസ്. റേഡിയേറ്റീവ് പ്രോസസ്സാണ്. അതേസമയം നിങ്ങളുടെ IC ഇൻറ്റേർണൽ കൺവേർഷനും അതേപോലെ ഇൻ്റർ സിസ്റ്റം ക്രോസിങ്ങും എന്താണ്? യെസ്, നമ്മുടെ നോൺ റേഡിയേറ്റീവ് പ്രോസസ്സാണ്. നോൺ റേഡിയേറ്റീവ് പ്രോസസ്സാണ്. ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ഈസ് ആക്ച്വലി ഇൻകറക്റ്റ്. ഓക്കെ, ഫ്ലൂറസെൻസ് ഈസ് നോൺ റേഡിയേറ്റീവ് പ്രോസസ്. ക്വസ്റ്റ്യൻ നമ്പർ 19. Which of the following is an eigen function of the operator d by dx? എന്താണ് ഈ ഐഗൻ ഫംഗ്ഷൻ എന്നൊക്കെ പറയുന്നത്? ലെറ്റ്സ് സേ ഒരു ഓപ്പറേറ്റർ ഉണ്ട്, ആക്ടിങ് ഓൺ psi വിൽ ഗിവ് വാട്ട്? ബി psi. ഇത്രയേ ഉള്ളൂ. അതായത് ഇതാണ് നമ്മുടെ ഓപ്പറേറ്റർ. ഓക്കെ, ഓപ്പറേറ്റർ. ഇതെന്താണ്? ഈ psi എന്ന് പറയുന്നത് എന്താണ്? ഐഗൻ ഫംഗ്ഷൻ ആണ്. ഓക്കെ, വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് ഐഗൻ വാല്യൂ. ഐഗൻ വാല്യൂ. അതായത് ഒരു ഓപ്പറേറ്റർ നമ്മുടെ ഐഗൻ ഫംഗ്ഷൻ്റെ മുകളിൽ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ഈ ഐഗൻ ഫംഗ്ഷനെ തിരിച്ച് അതേപോലെ കിട്ടണം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ പറയും എന്താണ്? ഇതൊരു ഐഗൻ ഫംഗ്ഷനാണ്. അതായത് ഇത്രയേ ഉള്ളൂ. ഒരു ഓപ്പറേറ്റർ ഐഗൻ ഫംഗ്ഷൻ്റെ മുകളിൽ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? ഈ ഐഗൻ ഫംഗ്ഷൻ എന്ത് ചെയ്യണം? തിരിച്ച് കിട്ടണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. x² മുകളിലൊന്ന് ചെയ്ത് നോക്കാം. ഓപ്പറേറ്റർ എന്താണ്? d/dx ആണ്. d/dx ഓഫ് psi എന്താണ്? x². 2x ആണ് നമുക്ക് കിട്ടുക. d/dx ഓഫ് x² എന്ന് പറഞ്ഞാൽ 2x. അപ്പോൾ ഫംഗ്ഷൻ എന്തായിരുന്നു? x² ആണ്. നമുക്ക് x² തിരിച്ച് കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതല്ല. ഇനി sin x-ൻ്റെ കാര്യം ഒന്ന് എടുത്ത് നോക്കാം. d/dx ഓഫ് sin x എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് cos x ആണ്. sin x നമുക്ക് തിരിച്ച് കിട്ടുന്നുണ്ടോ? ഇതാണ് നമ്മുടെ psi അല്ലേ. sin x തിരിച്ച് കിട്ടുന്നുണ്ടോ? ഇല്ല, അതുമല്ല. അടുത്ത എന്താണ്? ln x ഒന്ന് നോക്കി വയ്ക്കുമല്ലോ. d/dx ഓഫ് ln x. ln x ചെയ്താൽ 1/x ആണ്. ln x തിരിച്ച് കിട്ടുന്നുണ്ടോ? ഇപ്പോഴും തിരിച്ച് കിട്ടുന്നില്ല, അതുമല്ല. അടുത്തെന്താണ്? e⁻kx. യെസ്, d/dx ഓഫ് e⁻kx ആണെങ്കിൽ എന്തായിരിക്കും? ഇതാ നമുക്ക് ke⁻kx എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. നേരത്തെ പറഞ്ഞ ദിസ് ഇസ് അവർ ഓപ്പറേറ്റർ. ദിസ് ഇസ് അവർ ഫംഗ്ഷൻ, ഐഗൻ ഫംഗ്ഷൻ. നമുക്ക് അതേപോലെ ഐഗൻ ഫംഗ്ഷൻ എന്ത് കിട്ടി? തിരിച്ച് കിട്ടി. ഓക്കെ, ആൻഡ് കെ ഈസ് അവർ ഐഗൻ വാല്യൂ. ഇതും ചോദിച്ചേക്കാം, ഇതിൻ്റെ ഐഗൻ വാല്യൂ എന്താണ് എന്നുള്ളത്. കെ എന്തായിരിക്കും? ഐഗൻ വാല്യൂ. സോ e⁻kx is the correct answer.
ക്വസ്റ്റ്യൻ നമ്പർ 20 ആങ്കുലാർ പാർട്ട് ഓഫ് വേവ് ഫംഗ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ അല്ലെ ഹൈഡ്രജൻ ആറ്റവുമായി റിലേറ്റഡ് ആയിട്ടുള്ള സൈ ടോട്ടൽ എന്ന് പറയുന്നത് റേഡിയൽ പാർട്ടിനും ഓക്കെ റേഡിയൽ പാർട്ടിനും അതേപോലെ എന്തായിരിക്കും നമ്മുടെ യെസ് തീറ്റ ഫൈ അല്ലേ ഇതാണ് നമ്മുടെ റേഡിയൽ പാർട്ട് എന്ന് പറയുന്നത് ഓക്കെ റേഡിയൽ പാർട്ട് ഇതെന്തായിരിക്കും ആങ്കുലാർ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലേ ആങ്കുലാർ പാർട്ട് ഓക്കെ ആൻഡ് ഈ സൈ തീറ്റ ഫൈ ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും ഏതൊക്കെ ക്വാണ്ടം നമ്പേഴ്സിനെയാണ് യെസ് എല്ലിനെയും എം എല്ലിനെയും എന്ത് ചെയ്യും ഡിപ്പെൻഡ് ചെയ്യും നെക്സ്റ്റ് വൺ 21 ഹൗ മെനി ഇലക്ട്രോൺസ് ക്യാൻ ഫിറ്റ് ഇൻ ആൻ ഓർബിറ്റൽ നോക്കണേ ഇൻ ആൻ ഓർബിറ്റൽ ഒരു ഓർബിറ്റൽ സിംഗിൾ ഓർബിറ്റൽ ആണ് ചോദിച്ചിരിക്കുന്നത് ഫോർ വിച്ച് എൻ എസ് ഈക്വൽ ടു 3 ആൻഡ് എൽ ഇസ് ഈക്വൽ ടു 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ 3P-യിലല്ല ചോദ്യം 3P-യിൽ ഒരു സിംഗിൾ ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരു സിംഗിൾ ഓർബിറ്റലിൽ മാക്സിമം എത്രയാണ് യെസ് 2 ഇലക്ട്രോൺ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ലോ ഏതായിരുന്നു പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ദാറ്റ് ഈസ് ഓപ്ഷൻ എന്തായിരിക്കും യെസ് A2 ആയിരിക്കും കറക്റ്റ് ആൻസർ അല്ലേ 3P എന്ന് കാണുമ്പോൾ തന്നെ 6 എന്ന് എഴുതരുത് ഓക്കെ 22 ദ വേക്കൻറ്റ് സ്പേസ് ഇൻ BCC ലാറ്റസ് BCC എന്ന് പറഞ്ഞാൽ എത്രയാണ് 68% ആണ് പാക്കിംഗ് എഫിഷ്യൻസി വരുന്നത് അല്ലേ ഇതേപോലെ FCC എത്രയാണ് 74%, സിമ്പിൾ ക്യൂബ് 52.4%, വോയിഡ് സ്പേസ് എത്ര വരുവാടാ ദിസ് ഇസ് 32 74 ആണെങ്കിൽ 26 അല്ലേ 100 മൈനസ് 52 പോയിന്റ് എത്രയാണ് 53 60 യെസ് ദാറ്റ് ഈസ് സോറി 47 ആയിരിക്കും അല്ലേ 47.6 എന്നുള്ള രീതിയിൽ 53 60 യെസ് 47.6 അപ്പോൾ എന്തായിരിക്കും വോയിഡ് സ്പേസ് ആണ് ചോദിച്ചിരിക്കുന്നത് എത്രയായിരിക്കും 32 ഓപ്ഷൻ സി 23 അല്ലേ ദ പ്രൊട്ടക്റ്റിംഗ് പവർ ഓഫ് ലയോഫോബിക് കൊളോയിഡൽ സോൾ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അറിഞ്ഞിരിക്കുക ഗോൾഡ് നമ്പറിനെ പറ്റിയിട്ട് ഡയറക്റ്റ് ഡെഫിനേഷൻ ഒക്കെ ചോദിക്കാം കേട്ടോ ഡയറക്റ്റായിട്ട് ചോദിക്കാം ഇനി എന്താണ് ഈ ഗോൾഡ് നമ്പർ ഡെഫിനിഷൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അതായത് ഒരു 10 ml ഗോൾഡ് സോൾ നമ്മൾ എടുക്കുക ഓക്കെ ഇതിനെ കൊയാഗുലേറ്റ് ചെയ്യുന്നു ആരുമായിട്ട് 1 ml ഓക്കെ 10% NaCl ഓക്കെ ഇത് ഇങ്ങനെ കൊയാഗുലേഷൻ നടക്കുമ്പോൾ ഈ കൊയാഗുലേഷൻ നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് ലയോഫിലിക് ആഡ് ചെയ്യും ഈ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഗോൾഡ് നമ്പർ എന്നൊക്കെ വിളിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത് ദ മിനിമം എമൗണ്ട് ഓഫ് പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് ലയോഫിലിക് റിക്വയർഡ് ടു പ്രിവെൻറ്റ് ദ കൊയാഗുലേഷൻ ഈ കൊയാഗുലേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ 10 ml ഓഫ് എ സ്റ്റാൻഡേർഡ് ഗോൾഡ് സോൾട്ട് വെൻ ആഡഡ് 1 ml ഓഫ് 10% സോഡിയം ക്ലോറൈഡ് ഓക്കെ ഈ കൊയാഗുലേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ എത്രത്തോളം ലയോഫിലിക് ആഡ് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഗോൾഡ് നമ്പർ എന്ന് വിളിക്കുന്നത് ഡെഫിനേഷൻ വൈസ് ചോദിച്ചേക്കാം ഇമ്പോർട്ടൻ്റ് ആണ് ആലോചിച്ച് വെക്കുക ക്വസ്റ്റ്യൻ നമ്പർ 24 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ് ഫോർ ദി ഓർഡർ ഓഫ് റിയാക്ഷൻ ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ ഓർഡർ ക്യാൻ ബി ഡിറ്റർമൈൻഡ് ഓൺലി എക്സ്പെരിമെൻ്റലി യെസ് ഓർഡർ എന്ന് പറയുന്നത് എന്താണ് പ്യുവർലി ഒരു എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റി ആണ് അത് നമുക്ക് അറിയാൻ പറ്റുന്നതാണ് ഇനി രണ്ടാമതൊരു കാര്യം ഓർഡർ ഈസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ സ്റ്റോഷിയോമെട്രിക് കോഫിഷ്യൻ്റ് ഓഫ് ദി റിയാക്റ്റൻറ്റ് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ ഓർഡർ സ്റ്റോഷിയോമെട്രിക് കോഫിഷ്യൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യോ ഒരിക്കലുമില്ല കറക്റ്റാണ് മൂന്നാമത്തത് ഓർഡർ ഓഫ് റിയാക്ഷൻ ഇസ് ദി സം ഓഫ് പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ കറക്റ്റാണ് അല്ലേ നമ്മുടെ റേറ്റ് ലോ ഒക്കെ എഴുതുമ്പോൾ അതായത് റേറ്റ് ഇസ് ഈക്വൽ ടു A raised to X B raised to Y എന്നൊക്കെ നമ്മൾ റേറ്റ് ലോ പ്രകാരം എഴുതുകയാണെങ്കിൽ നമ്മൾ ഓർഡർ എന്ന് പറയുന്നത് എന്താണ് സം ഓഫ് പവേഴ്സ് ഓഫ് അല്ലേ എക്സ് പ്ലസ് വൈ എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതും ഓക്കെ അതാണ് ഇസ് ദി സം ഓഫ് പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് റിയാക്ടൻറ്റ് ടു എക്സ്പ്രസ് ദി റേറ്റ് ഓഫ് റിയാക്ഷൻ അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത് എക്സ് പ്ലസ് വൈ എന്നൊക്കെ നമ്മൾ ഓർഡർ കണ്ടുപിടിക്കാറുണ്ട് ആൻഡ് ഫൈനലി എന്താ പറഞ്ഞിരിക്കുന്നത് ഓർഡർ ഓഫ് റിയാക്ഷൻ ഈസ് ഓൾവേസ് ഹോൾ നമ്പർ ആണോ അല്ല ഓർഡർ ക്യാൻ ബി ഫ്രാക്ഷൻ ഓക്കെ ഇൻഡിവിജ്വലി എന്താകാം നെഗറ്റീവ് ആകാം ഫ്രാക്ഷനൊക്കെ ആകാം 2/3 ആകാം 1/3 ആകാം അല്ലേ ഓർഡർ എപ്പോഴും ഹോൾ നമ്പർ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല സോ ഓപ്ഷൻ ഡി എന്താണ് തെറ്റാണ് ഇൻകറക്റ്റ് നമ്പർ 25 ഇൻ കാൽഷ്യം ഫ്ലൂറൈഡ് structure the coordination number for calcium Ca2+ and F-, again important ആണ്
AB ടൈപ്പ്, അതേപോലെ AB2, A2B ടൈപ്പ് സോളിഡ്സ് ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. AB തന്നെ NaCl ഉണ്ട്, CaCl ഒക്കെ ഉണ്ട് അല്ലേ. അതേപോലെയാണ് ഈ AB2 ടൈപ്പ് ആകുമ്പോഴാണ് നമ്മുടെ CaF2, ഓക്കെ, Na2O, ഇത് ZnS ടൈപ്പ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ കോർഡിനേഷൻ നമ്പറും കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? CaF2ൻ്റെ കേസിൽ നിങ്ങൾക്കറിയാം ഇങ്ങനെ ഇതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. Ca2+ ലാറ്റിസ് പാക്ക് ചെയ്തിരിക്കുകയാണ്, FCC ലാറ്റിസ് ആണ് പാക്ക് ചെയ്തിരിക്കുന്നത്, വിച്ച് മീൻസ് Ca2+ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ആണ്. ആൻഡ് F- പറ്റി പറയുകയാണെങ്കിൽ എന്താണ്? ഓൾ ടെട്രാഹെഡ്രൽ വോയിഡ് ആണ്, ഓൾ ടെട്രാഹെഡ്രൽ വോയിഡ്. ഓക്കെ, ഇതൊക്കെ അറിഞ്ഞിരിക്കണം, ഇത് അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ Ca2+ എന്താണ്? FCC ആണ്. അപ്പോൾ ഇവിടെ ഈ Ca2+ന് എത്ര ഫ്ലൂറൈഡ് അയോൺസ് ഉണ്ടാകും? യെസ്, 8 ഫ്ലൂറൈഡ് അയോൺസ് സറൗണ്ട് ചെയ്തിരിക്കും. ഇതൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. സോ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 8 ആണ്. ഇനി ഇവിടെ F- എന്തായിരിക്കും? 4 Ca2+ ആയിരിക്കും ഇവിടെ സറൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 4 ആയിരിക്കും. സോ ദാറ്റ് ഈസ് 8 ആൻഡ് 4 എന്ന് വരും. ഓക്കെ, ഓപ്ഷൻ സി. 26. In a reaction, A+B gives product. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്. റേറ്റ് ഇസ് ഡബിൾഡ് വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ബി ഇസ് ഡബിൾഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ലെറ്റ്സ് സേ നമുക്ക് ഇങ്ങനെ പറയാം, റേറ്റ് ഇസ് ഈക്വൽ ടു KA⁻x B⁻y എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് റേറ്റ് ഡബിൾ ആയി വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ബി ഈസ് ഡബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് 2B ആകുമ്പോൾ 2B⁻y ആകുമ്പോൾ റേറ്റ് എന്താകുന്നു? 2 ടൈംസ് ആകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വൈൻ്റെ വാല്യൂ എന്തായിരിക്കും? വൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതായത് ഇത് 2 ടൈംസ് ആകുമ്പോൾ റേറ്റ് എന്തായി? 2 ടൈംസ് ആയി. ഇത് 3 ടൈംസ് ആകുമ്പോൾ എന്തായിരിക്കും? 3 ടൈംസ്. ഇത് 4 ടൈംസ് ആകുമ്പോൾ 4 ടൈംസ്, വിച്ച് മീൻസ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്താണ്? 1. ഓർഡർ എന്താണ്? 1. ഇനി ആൻഡ് റേറ്റ് ഇൻക്രീസസ് ബൈ എ ഫാക്ടർ ഓഫ് 8. ഓക്കെ, റേറ്റ് ഇസ് ഈക്വൽ ടു KA⁻x B⁻1. ഓക്കെ, ബിയുടെ ഓർഡർ നമുക്ക് ഓൾറെഡി അറിയാം, എത്രയാണ്? 1 ആണ്. ബിയുടെ ഓർഡർ നമുക്കറിയാം, ദാറ്റ് ഈസ് 1. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു അല്ലേ. ഇനി എയുടെ ഓർഡർ കണ്ടുപിടിച്ചാൽ മതി. റേറ്റ് എന്താണ്? ഇൻക്രീസസ് ബൈ 8 ടൈംസ്. 8 റേറ്റ് വെൻ എന്താണ്? വെൻ കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് റിയാക്ടൻറ്റ് A ആൻഡ് B ആർ ഡബിൾഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഇതാ K എന്താണ്? 2A⁻x, രണ്ടുപേരെയും ഞാൻ എന്ത് ചെയ്യുന്നു? ഡബിൾ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിളായിട്ട് എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും അല്ലേ. ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇത് 8 കിട്ടണം അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പോൾ 8 കിട്ടണമെങ്കിൽ 2⁻x വാല്യൂ എന്തായിരിക്കും? യെസ്, 2⁻x വാല്യൂ 4 ആയിരിക്കണം അല്ലേ. അങ്ങനെയാണെങ്കിൽ അല്ലേ ഈ 2⁻x 4 കിട്ടിയാലേ എനിക്ക് എന്ത് കിട്ടൂ? 8 ടൈംസ് കിട്ടത്തുള്ളൂ. ഓക്കെ, യെസ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താ? എക്സ് ഇസ് 2. ഓക്കെ, വൈയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് 1. അപ്പോൾ എന്തായിരിക്കും? സോ ദാറ്റ് ഈസ് റേറ്റ് ഇസ് ഈക്വൽ ടു KA² B⁻1. അതേതാണ്? യെസ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 27. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് അസോസിയേറ്റഡ് വിത്ത് അഡ്സോർപ്ഷൻ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് അല്ലേ. ΔG എന്താണ്? <0, സ്പോണ്ടേനിയസ് ആണ്. ΔH എന്താണ്? യെസ്, എക്സോതേർമിക് റിയാക്ഷൻ ആണ്. എക്സ്പ്ലനേഷൻ ഞാൻ പറയുന്നില്ല, നേരത്തെ പറഞ്ഞിരുന്നു. ΔS എന്തായിരിക്കും? <0 ആയിരിക്കും. സോ ഓൾ ആർ വോട്ട്? നെഗറ്റീവ്. 28. Measuring zeta potential is used in determining which property of colloidal solution? Yes, stability ആണ് മക്കളെ, സ്റ്റെബിലിറ്റി ആണ് കേട്ടോ. zeta potential ലോവർ ആണെങ്കിൽ അതെന്തായിരിക്കും? കൊയാഗുലേറ്റ് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റും. കൊയാഗുലേറ്റ് അല്ലെങ്കിൽ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യും. അതേസമയം zeta potential ഹയർ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത് എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ്. 29. Which of the following forms micelles in aqueous solution having above a certain concentration? ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? above a certain concentration എന്നൊക്കെ പറയുന്നത് is CMC, critical micelle concentration. critical micelle concentration അല്ലേ. ആരാണ് മിസൽ ഫോം ചെയ്യുക? സർഫാക്റ്റന്റ് അല്ലേ.
ഡോഡെക്കൈൽ ട്രൈമീഥൈൽ അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് കാറ്റയോണിക് സർഫാക്റ്റൻ്റ് ആണ്. കാറ്റയോണിക് സർഫാക്റ്റൻ്റ്. ഓക്കെ, കാറ്റയോണിക് സർഫാക്റ്റൻ്റ്. 29A. 30. If the rate of reaction is equal to the rate constant, the order of the reaction എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. റേറ്റ് ഓഫ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു ഇതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ, A⁻n. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ്, അങ്ങനെയാണെങ്കിൽ ഓർഡർ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കണം? 0. If n is equal to 0, rate of reaction is equal to K. Option A. 31. Identify the correct statement regarding entropy എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കിയാൽ മതി. ഇതെന്താണ്? തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സുമായി റിലേറ്റഡ് ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? എൻട്രോപ്പി ഓഫ് ഡെൽറ്റ എസ്, എൻട്രോപ്പി 0 ആയിരിക്കും. പക്ഷേ ആർക്ക്? പെർഫെക്റ്റ് ക്രിസ്റ്റലൈൻ സിസ്റ്റം ആയിരിക്കണം, പെർഫെക്റ്റ് ക്രിസ്റ്റലൈൻ സോളിഡിന്. അതും ഏത് ടെമ്പറേച്ചറിൽ? അറ്റ് 0 Kelvin. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. At absolute 0 temperature, entropy of a perfect crystalline substance is taken to be what? 0. ഇവിടെയൊക്കെ നോക്കണം. അറ്റ് അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചർ എൻട്രോപ്പി ഓഫ് ഓൾ ക്രിസ്റ്റലൈൻ ആണോ? ഓൾ ക്രിസ്റ്റലൈൻ ആണോ? അല്ല, പെർഫെക്റ്റ് ആണ്, പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ. എൻട്രോപ്പി പോസിറ്റീവ് അല്ല, എൻട്രോപ്പി എന്താണ്? 0 ആണ്. അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് 0 ആണോ? 0 Kelvin ആണ്. അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചർ ആണ്. 31C. 32. Hess's law of constant heat summation is an application of Hess's law എന്ന് പറഞ്ഞാൽ എന്താണ്? ലെറ്റ്സ് സേ A to B നമ്മൾ പോവുകയാണ്. ഓക്കെ, ഇത് ഡെൽറ്റ എച്ച് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, എനർജി. ഓക്കെ, എനർജിയാണ്. ലെറ്റ്സ് സേ നമ്മൾ സിയിലേക്ക് പോയി, ഡിയിലേക്ക് പോയി, എന്നിട്ട് ബിയിലേക്ക് പോകുന്നു. ഓക്കെ, ആൻഡ് ദിസ് ഇസ് യുവർ ഡെൽറ്റ H1 ആൻഡ് ദിസ് ഇസ് യുവർ ഡെൽറ്റ H2 ആൻഡ് ദിസ് ഇസ് യുവർ ഡെൽറ്റ H3. അപ്പോൾ ഹെസ്സസ് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ H1 പ്ലസ്, നിങ്ങൾ ഒരു സ്റ്റെപ്പ് ചെയ്തോ, 2 സ്റ്റെപ്പിൽ ചെയ്തോ, 3 സ്റ്റെപ്പിൽ ചെയ്തോ എന്നുള്ളതൊന്നും വിഷയമല്ല. എനർജി എന്തായിരിക്കും? എൻതാൽപ്പി എന്തായിരിക്കും? അവിടെ സെയിം ആയിരിക്കും, വെദർ യു ക്യാരിഡ് ഔട്ട് ഇൻ 1 സ്റ്റെപ്പ് ഓർ മൾട്ടിപ്പിൾ സ്റ്റെപ്പ്. അത്രയേ ഉള്ളൂ. വിച്ച് മീൻസ് ഇതെന്താണ്? എനർജിയുടെ കൺസർവേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലേ? എനർജിയുടെ കൺസർവേഷൻ പറയുന്ന ലോ ഏതാണ്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് അല്ലേ, വിച്ച് ഇസ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു Q പ്ലസ് W. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഓപ്ഷൻ A. 33. 1 mole of an ideal gas expands isothermally. Yes, isothermal expansion. ആലോചിച്ച് നോക്കണേ, ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. ഇതിൻ്റെ വർക്ക് ഡൺ ആണ് ചോദിച്ചിരിക്കുന്നത്. വർക്ക് ഡൺ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഈക്വേഷൻ മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. W is equal to -2.303 nRT log VF by VI. ഓക്കെ, സോ -2.303 എത്രയാണ്? 1 മോളാണ്. 1 R എത്രയാ? 8.314. T എത്രയാ? 300. ലോഗ് എന്താണ്? 10/2. 10/2 അല്ലേ. VF എത്രയാണ്? 10. ഓക്കെ, VI എത്രയാ? 2. സോ 5. അപ്പം എന്തായിരിക്കും? This is equal to -2.303 1 8.314. ഓക്കെ, ലോഗ് 4 സോറി 300 ഉണ്ട് അല്ലേ. 300 ഇൻറ്റു 0.69 0.7 എന്ന് എടുത്താൽ മതി. ഓക്കെ, ഇത് നിങ്ങൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി എന്ത് കിട്ടും? 4 കിലോ ജൂൾ എന്ന് കിട്ടും. അപ്രോക്സിമേറ്റ്ലി 4000 സംതിങ് എന്ന് കിട്ടും. സോ കൺവേർട്ടഡ് 4 കിലോ ജൂൾ എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ് ഹാസ് ദി മാക്സിമം ഇലക്ട്രോൺ അഫിനിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മേ ബി ഇവിടെ നിങ്ങളോട് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ ഓർഡറും ചോദിച്ചേക്കാം. രണ്ടായാലും നിങ്ങൾ ഇതേപോലെ ആലോചിച്ച് വെച്ചാൽ മതി. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. താഴോട്ട് വരുമ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താകും? ഗ്രൂപ്പിൽ ഡിക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണും. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്നായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ്പെക്റ്റഡ് ഓർഡർ. പക്ഷേ ഇൻ റിയാലിറ്റി ഇത് തെറ്റാണ്. ആർക്കാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോൺ അഫിനിറ്റി ഒക്കെ കൂടുതൽ? യെസ്, ക്ലോറിന് കൂടുതലാണ് മക്കളെ. ഓക്കെ,
സോ ദാറ്റ് ഈസ് ക്ലോറിനാണ് ഇലക്ട്രോൺ അഫിനിറ്റി ഏറ്റവും കൂടുതൽ ബിക്കോസ് ഓഫ് ദി ലാർജർ സൈസ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 35 വിച്ച് ഓഫ് ദ ഫോളോയിങ് ആറ്റംസ് വിൽ ഹാവ് ദി സ്മോളസ്റ്റ് സൈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലിഥിയം ഉണ്ട്, ബെറിലിയം ഉണ്ട്, സോഡിയം ഉണ്ട്, മഗ്നീഷ്യം. അപ്പോൾ ഡൗൺ ദ ഗ്രൂപ്പ് സ്വാഭാവികമായിട്ട് സൈസ് ഇൻക്രീസ് ചെയ്യും, ഈ രണ്ടാളല്ല. ഇനി അലോങ് ദ പീരീഡ് എന്തായിരിക്കും? along the period size what happens? Size decreases because of effective nuclear charge. എന്തായിരിക്കും? ബെറിലിയം ആയിരിക്കും ഏറ്റവും ചെറിയ സൈസ്. ഓപ്ഷൻ സി. 36 among the following compounds കോവാലന്റ് ക്യാരക്ടർ ഏറ്റവും കൂടുതൽ ആർക്കാണെന്നാണ്. ഫജാൻസ് റൂള് അപ്ലൈ ചെയ്താൽ മതി അല്ലേ? ഫജാൻസ് റൂൾ. ഓക്കെ, എന്താണ്? സ്മോളർ ദ കാറ്റയോൺ, ലാർജർ ദി ആനയോൺ. ഓക്കെ, സ്മോളർ ദ കാറ്റയോൺ, smaller the cation, larger the anion. Larger the anion. ഓക്കെ, എന്തായിരിക്കും? കോവാലൻ്റ് ക്യാരക്ടർ എന്തായിരിക്കും? ഗ്രേറ്റർ ആയിരിക്കും. ഓക്കെ, എപ്പോഴാണ് സ്മോളർ ദി കാറ്റയോൺ ആകുക? പറഞ്ഞു. സ്മോളർ കാറ്റയോൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സെഡ് എഫക്റ്റീവ് എന്തായിരിക്കും? ഗ്രേറ്റർ ആയിരിക്കണം അല്ലേ? ഇപ്പോൾ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ എന്ത് പറയാം? പോസിറ്റീവ് ചാർജ് ഓൺ കാറ്റയോൺ എന്തായിരിക്കണം? പോസിറ്റീവ് ചാർജ് ഓൺ കാറ്റയോൺ ഗ്രേറ്റർ ആണെങ്കിൽ എന്തായിരിക്കും? സ്മോളർ കാറ്റയോൺ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സ്മോളർ കാറ്റയോൺ ആണെങ്കിൽ പോളറൈസിങ് പവർ എന്തായിരിക്കും? ഇവിടെ ഗ്രേറ്റർ ആയിരിക്കും. ഇതൊക്കെ ഫജാൻസ് റൂളുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് അല്ലേ? പോളറൈസിങ് പവർ ഗ്രേറ്റർ ആയിരിക്കും. പോളറൈസിങ് പവർ ഗ്രേറ്റർ ആണെങ്കിൽ കോവാലൻ്റ് ക്യാരക്ടർ എന്തായിരിക്കും? ഗ്രേറ്റർ ആയിരിക്കും. ഓക്കെ, സോ എവിടെയാണ് പോസിറ്റീവ് ചാർജ് കൂടുതൽ? ഇതാ +4, +3, +2, +1. ഓപ്ഷൻ സി. 37 ദ സ്പീഷീസ് ഹാവിങ് ബോണ്ട് ആംഗിൾ 120 ട്രയഗണൽ പ്ലാനാർ ആയിരിക്കണം അല്ലേ? ട്രയഗണൽ പ്ലാനാർ ആയിരിക്കണം എന്നുള്ള ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ClF3യുടെ ഇതാണ് അല്ലേ? ടി ഷേപ്പ് എന്ന് പറയാൻ പറ്റും. ഇതൊക്കെ ബൈ പ്രാക്ടീസ് വരുന്നതാണ് അല്ലേ? അപ്പോൾ 120 അല്ല. NCl3 എന്താണ്? NCl3 ഇങ്ങനെ വരും. ലോൺ പെയർ ഉണ്ട് അല്ലേ? യെസ്. PH3യും എഗെയിൻ ഇതുപോലെ തന്നെയാണ് അല്ലേ? ദിസ് ഇസ് PH3. ഓക്കെ, നൗ BCl3 ആണെങ്കിലോ? യെസ്, BCl3 നമുക്ക് ഇവിടെ വരച്ചേക്കാം. പെർഫെക്റ്റ് ട്രയഗണൽ പ്ലാനാർ സിസ്റ്റം BCl3. ഇവിടെ എന്തായിരിക്കും? യെസ്, 120 ഡിഗ്രി. ദാറ്റ് ഇസ് ഓപ്ഷൻ സി. 38 in the structure of ClF3 the number of lone pairs of electron on central atom of Cl. അപ്പോൾ നോക്കി, ClF3യുടെ സ്ട്രക്ചർ ഞാൻ നേരത്തെയും വരച്ചു അല്ലേ? Clൻ്റെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 7 ആണ്. സോ 3 ഓൾറെഡി യൂസ് ചെയ്തു, 2 5, ഇവിടെ 1 കൂടെ. ഓക്കെ, അതായത് 7 ഇലക്ട്രോണായി. വിച്ച് മീൻസ് എത്രയാണ് ലോൺ പെയർ? 2 ലോൺ പെയർസ്. ഓക്കെ, 2. 39 in which of the following pairs both species have sp3 hybridization? സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കുകയാണ്. എങ്ങനെയാണ്? SiF4 എന്ന് പറയുമ്പോൾ ഇതാണ് അല്ലേ? SiF4. ഓക്കെ, അപ്പോൾ 4 സിഗ്മ ബോണ്ടാണ്. 4 സിഗ്മ ബോണ്ട് ആകുമ്പോൾ എന്തായിരിക്കും? sp3. BeH2 ബെറിലിയം അല്ലേ? BeH2. ഓക്കെ, എങ്ങനെ ഹൈബ്രിഡൈസേഷൻ ഒക്കെ കണ്ടുപിടിക്കുക? സിഗ്മ ബോണ്ട് പ്ലസ് ലോൺ പെയർ, അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അല്ലേ? നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് പ്ലസ് നമ്പർ ഓഫ് ലോൺ പെയർ. അപ്പോൾ എത്രയാണ്? ഇവിടെ 2 സിഗ്മ ബോണ്ട് 0 ലോൺ പെയർ, 2 സിഗ്മ 0 ലോൺ പെയർ. അപ്പോൾ എന്തായാലും sp അല്ലേ? NF3 ആൻഡ് H2O ഇവിടെ നോക്കി, അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. NF3 എന്ന് പറയുമ്പോൾ 3 സിഗ്മയും 1 ലോൺ പെയർ. വാട്ടർ നമുക്ക് ഓൾറെഡി അറിയാം ഇതെന്തായിരിക്കും? sp3 ആയിരിക്കും. 3 സിഗ്മ 1 ലോൺ പെയർ, 2 സിഗ്മ 2 ലോൺ പെയർ. എത്രയാണ്? 4 ദാറ്റ് ഈസ് sp3. അത്രയേ ഉള്ളൂ കാര്യം അല്ലേ? ടെട്രാഹൈഡ്രൽ ജോമെട്രി രണ്ടും എന്താണ്? sp3. ഇത് BF3 ആകുമ്പോൾ നമ്മൾ കണ്ടു sp2 ആണ്. ഇതെന്താണ്? H2S ഒക്കെ നമുക്ക് പറയാൻ പറ്റും അല്ലേ? ദിസ് ഇസ് H2S, H2O പോലെ തന്നെ. ഇത് sp3 ആണ്, പക്ഷേ ഇതെന്താണ്? sp2 ആണ്. സോ ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് വൺ. 40 റൈറ്റ് ഓർഡർ ഓഫ് ഡിസോസിയേഷൻ എനർജി ഓഫ് N2 ആൻഡ് N2+. യെസ്, ഇതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കേണ്ടത്. N2-ന് ഏറ്റവും കൂടുതലായിരിക്കും ഇവിടെ. കാരണം എന്താ? 14 ഇലക്ട്രോൺസ് ആണ്. ബോണ്ട് ഓർഡർ എന്താണ്? 3 ആണ്. N2+ എന്ന് പറയുമ്പോൾ 13 ഇലക്ട്രോൺ ആണ്. ഇതൊന്നും ചെയ്ത് നോക്കരുത്. എന്തായിരിക്കും? 0.5 കുറവായിരിക്കും, 2.5. അപ്പോൾ ബോണ്ട് ഡിസോസിയേഷൻ എനർജിയാണ് ചോദിച്ചിരിക്കുന്നത്. ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ഓർഡർ. ഓക്കെ, അപ്പോൾ
ബോണ്ട് ഓർഡർ ഏറ്റവും കൂടുതൽ ആർക്കാണ്? യെസ്, നൈട്രജനാണ്, N2-നാണ്. ഓക്കെ, ദെൻ വോട്ട് N2. സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിലൊന്നും നിങ്ങൾ സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s ഇതൊന്നും എഴുതരുത്, ഒറ്റ അടിക്ക് ആൻസർ എഴുതും. ഓക്കെ, 41. വിച്ച് വൺ ഈസ് മാലക്കൈറ്റ് ഫ്രം ദി ഫോളോയിങ്? മാലക്കൈറ്റിൻ്റെ സ്ട്രക്ചറാണ് മക്കളെ ഇത്. ഓക്കെ, Cu3 ഡോട്ട് Cu വിച്ച് ട്വൈസ്, ദിസ് ഇസ് മാലക്കൈറ്റ്. ഓക്കെ, Fe3O4 എന്താണ്? മാഗ്നറ്റൈറ്റ് ആണ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക, മാഗ്നറ്റൈറ്റ്. ഓക്കെ, CuFeS2 എന്താണ്? ചാൽക്കോ പൈറൈറ്റ്. ചാൽക്കോ പൈറൈറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, പ്യൂരിഫിക്കേഷൻ ഓഫ് അലൂമിനിയം ബൈ ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്. വേർഡ്സ് മനസ്സിലാക്കണേ, ഇലക്ട്രോലിറ്റിക് റിഫൈനിങ് ആണ്. എല്ലാം നിങ്ങൾക്ക് സിമിലർ ആയിട്ട് തോന്നും. ഓക്കെ, ഇവിടെ ഏതാണ്? ഉപ്പസ് പ്രോസസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. ഓക്കെ, കറക്റ്റ് ആയിട്ട് വരിക ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. ഇനി എന്താണ് ഈ ബേസ് പ്രോസസ്സ്? ഇതെങ്ങനെയാണ്? ഇതാ, കോൺസെൻട്രേഷൻ ഓഫ് അലൂമിന ഫ്രം ബോക്സൈറ്റ് ഓർ. ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് അലൂമിന ഫ്രം ബോക്സൈറ്റ് ഓർ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബേസ് പ്രോസസ്. എന്താണ് ഹോൾസ് പ്രോസസ്? നോക്കിക്കോ, എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയം മെറ്റൽ അല്ലേ? എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയം മെറ്റൽ ഫ്രം വേർ? ഫ്രം അലൂമിന. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹോൾസ് പ്രോസസ്. അപ്പം എല്ലാം അലൂമിനിയമായിട്ട് റിലേറ്റഡ് ആണ് കുറച്ചൊക്കെ അല്ലേ? ഇനി സെർപെക്സ് പ്രോസസ് എന്താണ്? ഇതാ, പ്യൂരിഫിക്കേഷൻ ഓഫ് ബോക്സൈറ്റ്. പ്യൂരിഫിക്കേഷൻ ഓഫ് ബോക്സൈറ്റ് ആണ്. അപ്പോൾ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഒരു ഇമ്പ്യൂരിറ്റി ഉണ്ടാകും അല്ലേ? ആ ഇമ്പ്യൂരിറ്റി എന്താണ്? സിലിക്കൺ ആണ്. ഇമ്പ്യൂരിറ്റി എന്താണ്? സിലിക്കൺ ആണ്. അതിനെയാണ് സെർപെക് പ്രോസസ് എന്ന് പറയുന്നത്. ഹോൾസ് പ്രോസസ്, എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയം മെറ്റൽ ഫ്രം അലൂമിന. ഇതൊക്കെ ഒന്ന് കേട്ടോ. 43. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് മെറ്റൽ ഈസ് പ്യൂരിഫൈഡ് ബൈ വാൻ ആക്കൽ മെത്തേഡ്? സിർക്കോണിയം ആൻഡ് ടൈറ്റേനിയം. സിർക്കോണിയം ആൻഡ് ടൈറ്റേനിയം ഇമ്പോർട്ടൻ്റ് ആണ്, ആലോചിച്ച് വെച്ചോ. വാൻ ആക്കൽ മെത്തേഡ്. അതേപോലെ ഇവിടെ എന്തുണ്ട്? മോൺസ് പ്രോസസ്സും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. മോൺസ് പ്രോസസ്സ് ഒന്ന് റെഫർ ചെയ്തോളൂ. 44. സ്കാൻഡിയം ഈസ് എ ട്രാൻസിഷൻ എലമെന്റ് ബട്ട് സിങ്ക് ഇസ് നോട്ട്. എന്തുകൊണ്ടാണ്? കാരണം ഇവിടെ ട്രാൻസിഷൻ എലമെന്റ് എന്ന് നമ്മൾ പറയണമെങ്കിൽ എന്തായിരിക്കണം? യെസ്, ഇൻകംപ്ലീറ്റ്. യെസ്, ഇൻകംപ്ലീറ്റ് ഡി സബ്ഷൽ കോൺഫിഗറേഷൻ ആയിരിക്കണം അല്ലേ? ഡി സബ്ഷൽ കോൺഫിഗറേഷൻ in its ground state or what? Excited state. Zn ഉള്ളത് Zn എന്താണ്? 3D10 ആണ്. അതേപോലെ Zn 2+ ആകുമ്പോഴും ഇതെന്താണ്? 3D10 ആണ്. അപ്പോൾ രണ്ടിലും എന്താണ്? കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഡി സബ്ഷൽ കോൺഫിഗറേഷൻ ആണ്. അതുകൊണ്ടാണ് ഇവർ എന്ത് വിളിക്കാത്തത്? ട്രാൻസിഷൻ എലമെന്റ് എന്ന് വിളിക്കാത്തത്. ഓക്കെ, എന്തായിരിക്കും അപ്പോൾ ഓപ്ഷൻ? യെസ്, ഇൻ കേസ് ഓഫ് സ്കാൻഡിയം 3D ഓർബിറ്റൽസ് ആർ പാർഷ്യലി ഫിൽഡ്. Zn ദീസ് ആർ വോട്ട്? ഫിൽഡ്. അപ്പോൾ എന്തായിരിക്കും? ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. അതുകൊണ്ടാണ് വിളിക്കാത്തത്, ട്രാൻസിഷൻ എലമെന്റ് എന്ന് വിളിക്കാത്തത്. 45. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് മോർ അൺപെയർഡ് ഇലക്ട്രോൺ? അപ്പോൾ Ni3+. ഓക്കെ, Ni3+ എന്ന് പറയുമ്പോൾ നിക്കൽ എന്ന് പറഞ്ഞാൽ 4s2 3D8 ആണ്. ഓക്കെ, നിക്കൽ. അപ്പോൾ Ni3+ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സോ Ni3+ ഇസ് 3D7. ഓക്കെ, സോ ദാറ്റ് ഈസ് സംതിങ് ലൈക്ക് ദിസ്. ഇങ്ങനെ വരയ്ക്കാൻ പറ്റും അല്ലേ? 1 2 3 4. ഓക്കെ, 5 6 7. ഓക്കെ, എത്രയാണ്? ഇത് 3 ആയിരിക്കും അല്ലേ? ദിസ് ഇസ് 3. സോറി. ഇനി Fe2+ൻ്റെ Ni3+ നമ്മൾ കണ്ടു. Fe2+ എന്ന് പറയുമ്പോൾ Fe എന്ന് പറയുമ്പോൾ എന്താണ്? 4s2 3D6. ഓക്കെ, സോ Fe2+ എന്ന് പറയുമ്പോൾ 3D6 ആണ്. 3D6 എന്ന് പറയുമ്പോൾ യെസ്, നമുക്കിങ്ങനെ വരയ്ക്കാം അല്ലേ? ഒന്നുകൂടെ 1 2 3 4 5 ആൻഡ് ദെൻ വോട്ട് 6. അപ്പോൾ എത്രയാണ്? നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ 4 ആണ്. സോ ഇവിടെ 3, ഇവിടെ എത്രയാണ്? 4 ആണ്. Zn+ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? Zn നമുക്കറിയാം അല്ലേ? 4s2 3D10 ആണ്. അപ്പോൾ Zn+ എന്ന് പറയുമ്പോൾ ദിസ് വിൽ ബി 1. സോ അൺപെയ്ഡ് ഇലക്ട്രോൺ 1 ആയിരിക്കും. അടുത്തത് Cu+ ആണെന്ന് തോന്നുന്നു അല്ലേ? Cu+ എന്ന് പറയുമ്പോൾ 4s1 3D10. ഓക്കെ, സോ ദിസ് ഇസ് എന്തായിരിക്കും? ഒരു ഇലക്ട്രോൺ പോയി, അപ്പോൾ 3D10 ആണ്, ഡയാമാഗ്നറ്റിക്. നോ അൺപെയ്ഡ് ഇലക്ട്രോൺ. നോ അൺപെയ്ഡ് ഇലക്ട്രോൺസ്. സോ എന്ത് വരും? Fe2+. ഫെയർലി സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ നിന്ന് നിങ്ങളോട് മാഗ്നറ്റിക് മൊമെൻ്റ് ഒക്കെ ചോദിക്കാം. √n/n+2. ഓക്കെ, മാഗ്നറ്റിക് മൊമെൻ്റ് എത്രയായിരിക്കും? n കൂടുന്നതിനനുസരിച്ചിട്ട് മാഗ്നറ്റിക് മൊമെൻ്റ് നമുക്ക് കൂടും. അതും ഒന്ന് ആലോചിക്കാം. 46.
+4 ion of which has half-filled 4f subshell. യെസ്, ലാന്തനൈഡ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പം ലാന്തനൈഡ്സിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്, എങ്ങനെ ഓർത്ത് വെക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ എന്താണ്, +4 അയോൺ ഹാസ് 4f സബ്ഷെൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ, ഹാഫ് ഫിൽഡ്. അപ്പോൾ നോക്കിക്കോളൂ, +4 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇവിടെ നോക്കിക്കോളൂ, ഗഡോലിനത്തിൻ്റെ കേസ് ആണെങ്കിൽ GD3+ ആണ്, അല്ലേ, ഗഡോലിനിയം 3+ ആണെങ്കിൽ ഇതെന്തായേനെ, യെസ് 4f ആയേനെ. അതേസമയം ടെർബിയം നോക്കിയേ, ടെർബിയം 4f9 6s2 ആണ്. ഓക്കെ, അപ്പോൾ TB4+ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇവിടെ, TB4+ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും 4f7 ആണ്. അപ്പോൾ ഗഡോലിനത്തിൻ്റെയും കൂടെ ഒന്ന് ആലോചിച്ച് വെച്ചോ കേട്ടോ. ഗഡോലിനെയാണ് ചോദിക്കാറ്. +3 ആകുമ്പോൾ എന്തായിരിക്കും, ഹാഫ് ഫിൽഡ്. ഓക്കെ, കാരണം എന്താണ്, +3 ആണ് ലാന്തനൈഡ്സിൻ്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതേസമയം ടെർബിയം ആകുമ്പോൾ എന്തായിരിക്കും, യെസ് +4 ആയിരിക്കും, ഹാഫ് ഫിൽഡ്. സോ ദാറ്റ് ഈസ് ടെർബിയം. ഓക്കെ, നൗ 47. യെസ്, ദ പെയർ ഓഫ് ലാന്തനൈഡ്സ് വിത്ത് ദ ഹയസ്റ്റ് തേർഡ് അയണൈസേഷൻ എനർജി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തേർഡ് അയണൈസേഷൻ എനർജി എന്താണ്, ഏറ്റവും ഹയസ്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇതേ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക. ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ ഇയാളെ നോക്കി, യൂറോപ്യത്തിന് നോക്കി, യൂറോപ്യൻ 2+ എന്ന് പറഞ്ഞാൽ എന്തായി, ഹാഫ് ഫിൽഡായി, 4f7 ആയി, അല്ലേ. യൂറോപ്യൻ 2+ എന്ന് പറയുമ്പോൾ ഹാഫ് ഫിൽഡായി. അതേപോലെ തന്നെ ഇവിടെ നോക്കി, ഇറ്റേർബിയം 2+ എന്ന് പറയുമ്പോൾ എന്തായി, 4f14. ഇനി ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത്, ഇത് ഹാഫ് ഫിൽഡ്, ഇതെന്താണ്, ഇത് ഫുൾ ഫിൽഡ്. ഇനി ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലേ. അപ്പോൾ തേർഡ് അയണൈസേഷൻ താല്പര്യം എന്തായിരിക്കും, ഏറ്റവും കൂടുതലായിരിക്കും. അപ്പോൾ ഏതൊക്കെയായിരിക്കും, യൂറോപ്യവും ഇറ്റർബിയം. ഓക്കെ, ദാറ്റ് ഈസ് യൂറോപ്യം ആൻഡ് ഇറ്റർബിയം. ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. 48. Which of the following will exhibit maximum ionic conductivity? Ionic conductivity എക്സിബിറ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും, ionic conductivity, യെസ്, നമ്പർ ഓഫ് അയോൺസ് എന്തായിരിക്കണം, ഗ്രേറ്റർ ആയിരിക്കണം. നമ്പർ ഓഫ് അയോൺസ് യെസ് ഗ്രേറ്റർ ആയിരിക്കണം എന്നുള്ള ഒരു കാര്യമാണ്, അല്ലേ. യെസ്, ഇവിടെ നോക്കിയേ, ഇവിടെ എത്രയായിരിക്കും, എത്ര അയോൺസ് ആണ്, 4 K+ഉം അതേപോലെ ഒരു Fe6-. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് അയോൺസ് എത്രയാണ്, ഇവിടെ 5 ആണ്. എവിടെയാകുമ്പോൾ 4 ആണ്. ഈ അയോൺസ് ഒക്കെ നിങ്ങൾക്ക് എഴുതാൻ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ എത്രയായിരിക്കും, 0. ഓക്കെ, 48A ആയിരിക്കും, അല്ലേ, 48A. 49. കോർഡിനേഷൻ നമ്പർ ഓഫ് Ni(C2O4) 3 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ C2O4 2- എന്താണ്, ഓക്സലേറ്റോ. ഓക്കെ, ബൈഡൻറ്റേറ്റ് ലിഗാൻഡ് ആണ്, അല്ലേ. ദിസ് ഈസ് ആക്ച്വലി ബൈഡൻറ്റേറ്റ് ലിഗാൻഡ്. അപ്പോൾ 3 ടൈംസ് ഉണ്ടെങ്കിൽ 3 × 2 എന്തായിരിക്കും, കോർഡിനേഷൻ നമ്പർ 6 ആയിരിക്കും, ഓപ്ഷൻ ബി. ആൻഡ് ഫൈനലി ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഈ സെഷൻ നമുക്ക് റാപ്പപ്പ് ചെയ്യാം. ഞാൻ 100 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യണം എന്നായിരുന്നു വിചാരിച്ചത്, പക്ഷേ വല്ലാതെ ലെങ്ത് ആയിപ്പോയി. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഞാൻ ബാക്കിയുള്ള 50 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്, CFSC പറഞ്ഞിട്ടുണ്ട്, അല്ലേ. എത്രയാണ്, COCl6 4- എത്രയാണ്, 18,000 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ആൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, CFSC ഓഫ് CuCl4 2- ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ആണ്, അല്ലേ. അപ്പം എങ്ങനെയായിരിക്കും, ഒക്ടാഹെഡ്രൽ തന്നാൽ ടെട്രാഹെഡ്രൽ എങ്ങനെ കണ്ടുപിടിക്കാം, യെസ്, ഡെൽറ്റ ടെട്രാഹെഡ്രൽ എങ്ങനെയാണ്, യെസ് 4/9 ഓഫ് ഡെൽറ്റ O ആണ്. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ 4/9 ഓഫ് ഡെൽറ്റ O എത്രയാണ്, ഒക്ടാഹെഡ്രലിൻ്റെ CFSC എന്ന് പറയുന്നത് 18,000 ആണ്, അല്ലേ. ദിസ് ഇസ് 18,000. സോ ദാറ്റ് ഇസ് 2,000 എന്ന് വരും. 8,000 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് നമുക്ക് ആൻസർ വരും. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. സോ ഈ 50 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള 50 ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് സോൾവ് ചെയ്യാം. എന്തായാലും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യൂ. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.